ഇനി 33-ാം പേജ്, 33-ന്റെ ടീക്കയുടെ അവസാന പങ്ക്തി കണ്ടോ? പ്രധാനസ്യ ച വിദ്യയാഹ സഹകാരി സംബന്ധ വിദിത്സയാ നിന്ദ നിന്ദ ഇത്യപ്രയുക്തം എന്നുള്ളത് ശരിയല്ല പോലും. പ്രധാനസ്യ വിദ്യയാഹ, വിദ്യ നമ്മൾ പ്രധാനമായിട്ടാണ് കണക്കാക്കുന്നത്. അതിപ്പോൾ പൂർവപക്ഷിയാണെങ്കിലും സമുച്ചയം മാനിക്കുന്ന പൂർവപക്ഷിക്ക് പോലും സമുച്ചിത സ്ഥലത്ത് വിദ്യാപ്രധാനവും കർമ്മം ഗൗണവുമാണ്. പ്രധാനസ്യ വിദ്യയാഹ സഹകാരി സംബന്ധ വിദിത്സയ, ആ പ്രധാനമായിരിക്കുന്ന വിദ്യക്ക്, ബ്രഹ്മവിദ്യക്ക് സഹകാരിയുടെ സംബന്ധം, സഹകാരിയായിരിക്കുന്ന കർമ്മം, അതേപോലെ ഉപാസന, ഈ ഭാഗങ്ങളൊക്കെ എടുത്തോളാം. സംബന്ധ വിദിത്സയ നിന്ദ, ഇവിടെ കാണുന്ന നിന്ദ എന്തിനു വേണ്ടിയിട്ടാ? സഹകാരിയെ സംബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ആരുടെ അഭിപ്രായമാണ്? പൂർവപക്ഷിയുടെ അഭിപ്രായം. പൂർവപക്ഷിയുടെ. ഇവിടെ പ്രധാന വിദ്യയായിട്ട് വിദ്യ സഹകാരി കാരണമായിട്ടിരിക്കുന്നില്ലേ? വിദ്യ കാരണമാവുന്നുണ്ട്, പക്ഷെ സഹകാരി കാരണമല്ലെന്ന് മാത്രം. അതെങ്ങനെയാ കാരണമാവുന്നത്? വിദ്യ ഉത്പത്തിക്ക് ജനകനാണ് അവൻ. വിദ്യയുടെ ഫലം കൊടുക്കുന്ന സ്ഥലത്ത് സഹകാരിയായിട്ട് പ്രവർത്തിക്കത്തില്ല. പൂർവപക്ഷി പറയുന്നത് വിദ്യ ഫലം കൊടുക്കാൻ കർമ്മത്തെ ആശ്രയിക്കുന്നുണ്ട്, അതുകൊണ്ട് കർമ്മം സഹകാരിയായിട്ട് ഇരിക്കും. അപ്പൊ വിദ്യാസഹിത കർമ്മം ഫലം കൊടുക്കുമെന്ന് പറഞ്ഞാല് പ്രധാനമായിരിക്കുന്ന വിദ്യ ഫലം കൊടുക്കാൻ വേണ്ടിയിട്ട് സഹകാരി കാരണ രൂപത്തില് കർമ്മത്തെ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളതാണ് പൂർവപക്ഷിയുടെ അഭിപ്രായം. എന്നും അതുകൊണ്ട് നിന്ദ ചെയ്തിരിക്കുകയാണ്. ഏതിന്റെ നിന്ദ? കേവല കർമ്മത്തിന്റെയും കേവല ഏതിന്റെ? ഉപാസനയുടെ. പൂർവപക്ഷി പറയുന്ന ഉപാസന എന്ന് വരില്ല, ജ്ഞാനെന്നേ വരത്തുള്ളൂ. കേവല ജ്ഞാനം, കേവല കർമ്മവും ചെയ്യാൻ പാടില്ല. കർമ്മസഹിത ജ്ഞാനമാണ് ആവശ്യം. കാരണം പൂർവപക്ഷി സംബന്ധിച്ച് അങ്ങനെ ഒരു ഉപാസന വേറെ, ജ്ഞാനം വേറെ എന്നൊന്നുള്ള വേർതിരിവ് പോലും അവനില്ല. ഈ ഭാസ്കര മതം അവലംബിച്ച് പൂർവപക്ഷി അഭിപ്രായം പറയുന്ന സമയത്ത് വേദാന്തിയുടെ അഭിപ്രായമല്ല പൂർവപക്ഷിക്ക്. വേദാന്തിയെ സംബന്ധിച്ച് ജ്ഞാനം വേറെ, കർമ്മം വേറെ, ഉപാസന വേറെ. വിദ്യാശബ്ദം ഉപാസന സ്ഥലത്തും വരും, ജ്ഞാനസ്ഥലത്തും വരും. അപ്പോൾ ഇതിന്റെ എന്താണ്? ഇതിന് കാരണം പറയാണ്, നിന്ദ സഹകാരി സമുച്ചയത്തിന് വേണ്ടിയാണെന്നുള്ളത് ശരിയല്ല. കാരണം എന്താ? അതേവച്ച അഗ്നിന്ധനാദ്യനപേക്ഷ ഇതി സൂത്രവിരോധശ്ച. നിങ്ങളുടെ ബ്രഹ്മസൂത്രത്തിലെ 3-4-25 സൂത്രമാണ്. അതേവ അഗ്നിന്ധനാദ്യനപേക്ഷ. അഗ്നിന്ധന ശബ്ദം കൊണ്ട് കർമ്മത്തെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കർമ്മത്തിന്റെ അപേക്ഷയില്ല. ഇതിന്റെ ടിപ്പണി നോക്കിയൊന്ന്, 10-ാം നമ്പർ ടിപ്പണിയിൽ തത്രൈവ സൂത്രവിരോധം സൂചയതി. സൂത്രവുമായിട്ട് വിരോധമുണ്ട്. എന്ത് മാനിച്ചാല്? കർമ്മം ജ്ഞാനത്തിന് സഹകാരി കാരണമാണെന്ന് മാനിക്കുമ്പോൾ സൂത്രവുമായിട്ട് വിരോധം നേരിടുന്നുണ്ട്. ഇതിനെ വ്യാഖ്യാനം ചെയ്യാൻ അതേവ, ഈ അതവയുടെ അർത്ഥമാണ് കേട്ടോ മുന്നോട്ട് പറയുന്നത്. ബ്രഹ്മവിദ്യായാഹ സ്വാതന്ത്ര്യേണ പുരുഷാർത്ഥ ഹേതുത്വാദേവ, ഇതാണ് അർത്ഥം. അതേവ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാല് ബ്രഹ്മവിദ്യക്ക് സ്വതന്ത്രമായിട്ട് തന്നെ പുരുഷാർത്ഥ ഹേതുത്വം ഇരിക്കുന്നതിനാൽ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമാണ് ഫലം കൊടുക്കുന്ന കാര്യത്തിൽ വിദ്യ എന്നിരിക്കെ. ഇതിന്റെ അർത്ഥം എന്താ? വിദ്യയിൽ നിന്ന് കൈവല്യം എന്നുള്ള ഫലം കൊടുക്കാനായിട്ട് വിദ്യ കർമ്മത്തെ ആശ്രയിക്കുന്നില്ല എന്നുള്ളതിനാൽ മോക്ഷഫലേ സ്വാശ്രമ വിഹിത കർമ്മ അപേക്ഷ നാസ്തി. മോക്ഷം എന്നുള്ള ഫലത്തിന് സ്വസ്വാശ്രമം, സ്വന്തം ഓരോരോ ആശ്രമത്തിലും വിധാനം ചെയ്യപ്പെട്ടിരിക്കുന്ന കർമ്മത്തിന്റെ അപേക്ഷ ആര് വെക്കത്തില്ല? ജ്ഞാനം വെക്കത്തില്ല. ജ്ഞാനം ആശ്രമകർമ്മത്തെ അപേക്ഷിച്ചിട്ടല്ല മോക്ഷമായിരിക്കുന്ന ഫലം കൊടുക്കുന്നത്. പക്ഷേ ജ്ഞാനം തന്റെ ഉത്പത്തിക്കായിട്ട് സകല ആശ്രമ കർമ്മങ്ങളെ അപേക്ഷിക്കുന്നുണ്ട് താനും. കാരണം ഈ സൂത്രം ഉണ്ടല്ലോ, അതേവ ച അഗ്നീന്ധനാദി അനപേക്ഷ. ഇത് 25-ാം സൂത്രമാണെങ്കിൽ തൊട്ടടുത്ത സൂത്രമാണ് സർവാപേക്ഷാദി യജ്ഞാദി ശ്രുതി രസ്യവത്. നോക്ക്, ഇതിനെ അന്വയിക്കുന്നവരെ ശ്രദ്ധിക്കണ്ടേ. പ്രകാരം സകല അശ്വത്തെ ഉപയോഗിച്ചിട്ട് കൃഷിസ്ഥലത്ത് കുതിരയെ ആരും ഉപയോഗിക്കാറില്ല ഉഴുതുമറയ്ക്കാനായിട്ട് എന്ന് കരുതിയിട്ട് അശ്വം ആവശ്യമേ ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഗമനത്തിന് രഥാതി വലിക്കാൻ കാരണമായിരിക്കുന്ന അശ്വത്തെ
നമ്മൾക്ക് കലപ്പ വലിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ രണ്ടും രണ്ട് കാര്യങ്ങൾക്ക്, അതായത് കുതിരയെ നമ്മൾ ഗമനത്തിന് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ വയലില് ഉഴുതു മറിക്കാനായിട്ട് കലപ്പ വലിക്കാൻ ഉപയോഗിക്കാറില്ല. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഫലം കൊടുക്കാനായിട്ട് കർമ്മം കാരണമാവുന്നില്ല എന്ന് കരുതിയിട്ട് ജ്ഞാനത്തിന്റെ ഉത്പത്തിക്കായിട്ട് കർമ്മം കാരണമല്ല എന്നല്ല, മറിച്ച് സർവാപേക്ഷ എന്ന് പറയുന്നത് സകല കർമ്മങ്ങളുടെ അപേക്ഷയുണ്ട്. എന്തിന്? ജ്ഞാനോത്പത്തിക്കായിട്ട്. പക്ഷെ അതിന്റെ മുന്നേ സൂത്രത്തിൽ എന്താ പറഞ്ഞത്? അഗ്നിന്ധനാദി എന്ന് പറഞ്ഞ കർമ്മം എന്നാ പറഞ്ഞത്. കർമ്മത്തിന്റെ അപേക്ഷയില്ല. കർമ്മത്തിന്റെ അപേക്ഷ ഏതിനില്ല? മുക്തിഫലം കൊടുക്കാൻ. ഏതിന്? ഏതിൽ നിന്ന്? മുക്തി എന്നുള്ള ഫലം ആരാ കൊടുക്കുക? ജ്ഞാനത്തിൽ നിന്ന് മുക്തിഫലം കൊടുക്കാൻ കർമ്മത്തിന്റെ മുക്തിഫലം കൊടുക്കുന്ന സമയത്ത് ജ്ഞാനം കർമ്മത്തെ ആശ്രയിക്കുന്നില്ല. പക്ഷെ ജ്ഞാനം തന്റെ ഉത്പത്തിക്കായിട്ട് സകല ആശ്രമകർമ്മങ്ങളെ അപേക്ഷിക്കുന്നുണ്ട്. സകലാശ്രമ കർമ്മങ്ങളിൽ ഉദ്ദേശിച്ചത് കർമ്മയോഗാത്മകമായിരിക്കുന്ന സകല ആശ്രമ കർമ്മമാണ്, അല്ലാതെ കാമ്യകർമ്മങ്ങളല്ല. കാമ്യകർമ്മങ്ങളൊന്നും ജ്ഞാനത്തിന് കാരണമല്ല. കാമ്യകർമ്മങ്ങള് ഏതാണോ കാമ്യ വസ്തു അതിന്റെ ഫലപ്രാപ്തിക്ക് മാത്രം കാരണമായി മാറും. അപ്പോൾ ടിപ്പണി ഒന്നും കൂടി മുന്നോട്ട് നോക്കിയോ. ആശ്രമ വിഹിത കർമാപേക്ഷ നാസ്തി. കർമ്മത്തെ അപേക്ഷിക്കുന്നില്ല മുക്തി എന്നുള്ള ഫലം കൊടുക്കുന്ന കാര്യത്തിൽ. ആര്? ജ്ഞാനം. ഇതിന് ഉദാഹരണം പറയാണ്. ശുക്തിജ്ഞാനസേവ രജതഭ്രാന്തി നിവൃത്തവും. രജതഭ്രാന്തി, വെള്ളി എന്നുള്ളൊരു ബുദ്ധി ഉണ്ടാവുകയാണ്, സിൽവർ ബുദ്ധി ഉണ്ടാവുകയാണ് എവിടെ? ശുക്തിയില്. ശുക്തി എന്ന് പറഞ്ഞാല് ചിപ്പി, മുത്തുച്ചിപ്പിയിൽ എന്ന് പറഞ്ഞ ഷെല്ലില് നമ്മൾക്ക് രജതഭ്രാന്തി ഉണ്ടാവാം. അവിടെ ശുക്തികാജ്ഞാനം മാത്രമാണ് രജതഭ്രമത്തിന്റെ നിവർത്തകൻ, അല്ലാതെ കർമ്മമല്ല. ഭ്രമാത്മകമായിരിക്കുന്ന അജ്ഞാനത്തിന്റെ നിവർത്തകൻ ജ്ഞാനമാണ് അവിടെ. ഇതേപോലെ കർമ്മമല്ല. ഇവിടെ എന്തെങ്കിലും അന്വയിക്കണം? ജ്ഞാനത്തോടുകൂടി കൈവല്യം വരുന്നു എന്നുള്ളതിനാൽ ജ്ഞാനം കൈവല്യ ഫലം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നിനെ ആശ്രയിക്കുന്നില്ല. ഇനി എന്താ ടീക്ക മുന്നോട്ട് കണ്ടോ? സമസമുച്ചയശ്ച പരേണാഭിന്ന ഇഷ്യത്തെ. സമസമുച്ചയം, ഇതിന്റെ അർത്ഥം എന്താ? ടിപ്പണി 11 കാണു. നനു പ്രധാന നിന്ദയ പ്രധാന അപ്രധാനയോ സമുച്ചയ അസംഭവേ. ശരിയാണ്, പ്രധാന രൂപത്തില് ജ്ഞാനം ഇരുന്ന് കർമ്മം ഗൗണരൂപത്തിൽ ഇരുന്നു കൊണ്ട് ജ്ഞാനാനന്തരം കർമ്മം എന്ന് സമുച്ചയമില്ലെങ്കിലും, കർമ്മം ഗൗണരൂപത്തിൽ ഇരുന്ന് കർമാനന്തരം ജ്ഞാനം എന്ന് സമുച്ചയം സംഭവിക്കുമോ? അത് സംഭവിക്കാം. കർമാനന്തരം ജ്ഞാനം വരും, ജ്ഞാനാനന്തരം കർമ്മം എന്നുള്ള സമുച്ചയം വരത്തില്ല. എന്തുകൊണ്ടാ ജ്ഞാനാനന്തരം കർമ്മം എന്ന് സമുച്ചയിക്കാൻ പറ്റാത്തേ? ജ്ഞാനത്തോടുകൂടി ജ്ഞാനിയുടെ കർത്തൃത്വം നഷ്ടപ്പെട്ടു പോയ സ്ഥിതിക്ക് പിന്നെ അവിടെ കർത്താവില്ലെങ്കിൽ പിന്നെ ആര് കർമ്മം ചെയ്യും? ഇതാണ് പ്രശ്നം. പിന്നെന്താ ഇവിടെ എന്താ? സമപ്രധാനയോരിവ വിദ്യാകർമ്മണോഹോ സമുച്ചയോ ഭവതു. പ്രധാന അപ്രധാനയോ സമുച്ചയ അസംഭവി. പ്രധാന അപ്രധാനങ്ങൾ തമ്മിൽ സമുച്ചയം സംഭവിക്കത്തില്ലെങ്കിലും സമപ്രധാനയോരിവ അല്ല, സമപ്രധാനയോരേവ എന്നായിരുന്നു നല്ലത്. ശരിയല്ലേ? രണ്ടും സമാനമായിട്ട് പ്രധാനമായിക്കൊണ്ട് എന്ന് പറഞ്ഞതർത്ഥം വിദ്യയും കർമ്മവും ഒരേപോലെ പ്രധാനമായിക്കൊണ്ട് ഫലം കൊടുക്കും. അതായത് കർമ്മസ്ഥലത്ത് ദർശപൂർണമാസി യാഗവും പ്രയാജാതി അംഗയാഗവും ഉണ്ട്. ഇവിടെ ഗുണപ്രധാന ഭാവമില്ല, സമപ്രധാന ഭാവമാണ്. എല്ലാം ചേർന്നിട്ടാണ് ഫലം കിട്ടത്തുള്ളൂ. എല്ലാറ്റിനും പ്രാധാന്യം ഉണ്ട് താൻ. ഇതേപോലെ ജ്ഞാനവും കർമ്മവും, ഞാൻ ഉദ്ദേശിച്ചത് ബ്രഹ്മവിദ്യയും കർമ്മവും സമമായിട്ട് ശക്തി നിലനിർത്തിക്കൊണ്ട് ഫലത്തെ കൊടുക്കും. വിദ്യാകർമ്മണോ സമുച്ചയ ഭവതു. ഇത് പൂർവക്ഷിയുടെ അഭിപ്രായമാണ്. തത്രാഹ, ഇതിന് ഉത്തരം പറയാണ് നമ്മൾ ടീക്കയില്. സമുച്ചയശ്ച പരിണാഭിനയിഷ്യത. സമസമുച്ചയശ്ച, സമമായിരിക്കുന്ന സമുച്ചയം എന്ന് പറയുന്നർത്ഥം കർമ്മവും ജ്ഞാനവും ഒരേപോലെ പ്രധാനമായിരുന്നു കൊണ്ട് കൈവല്യം എന്നുള്ള ഫലത്തെ കൊടുക്കുന്നു. ആയതിനാൽ ഈ ഒരു രീതിയിൽ സമുച്ചയം വരുന്നുണ്ട്. അപ്പൊ എന്ത് പറ്റും? ജ്ഞാനം ഉണ്ടായി, അപ്പോഴും കർമ്മം ചെയ്തെങ്കിൽ മാത്രം കൈവല്യം കിട്ടത്തുള്ളൂ. കാരണം എപ്രകാരം ജ്ഞാനത്തിന് കൈവല്യം പ്രതി കാരണത്വമുണ്ടോ അതേപോലെ കർമ്മത്തിനും കൈവല്യം പ്രതി കാരണത്വമുണ്ട്. രണ്ടും പ്രധാനമായ സ്ഥിതിക്ക് ജ്ഞാനാനന്തരവും കർമ്മം ചെയ്തെങ്കിൽ മാത്രമേ കൈവല്യം കിട്ടത്തുള്ളൂ എന്ന്
പരേണാഭിനേഷ്യതേ. നീ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ നീ ആരെ ഉദ്ദേശിച്ചിട്ടാവും അഭിപ്രായം പറഞ്ഞു വരുന്നത്? ഭാസ്കര മതമല്ലേ? പക്ഷെ ഭാസ്കരൻ പോലും അത് മാനിക്കുന്നില്ലല്ലോ. നമ്മൾ കുറെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഭാസ്കരന്റെ അഭിപ്രായത്തിൽ പോലും വിദ്യാപ്രധാനമായിക്കൊണ്ട് കർമ്മം ഗൗണമായിട്ട് സമുച്ചയം നടന്നെങ്കിൽ മാത്രമാണ് ഫലം കിട്ടത്തുള്ളൂ. ഇപ്പൊ സമപ്രധാന ഭാവത്തില് സമസമുച്ചയം ഉദ്ദേശിച്ച സമപ്രധാന ഭാവമാണ്. ടിപ്പണിയിൽ കണ്ടല്ലോ, പ്രധാന അപ്രധാന രൂപത്തിൽ പ്രധാന അപ്രധാനയോഗ സമുച്ചയ സംഭവിക്കുന്നത്. അപ്പോൾ സമപ്രധാനം എന്നുള്ള അർത്ഥത്തിലാണ് സമസമുച്ചയം എന്ന് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കണം. സമപ്രധാനയോരിവ വിദ്യാകർമ്മണോ സമുച്ചയവും. ഇല്ലെങ്കിൽ ഇവ ശബ്ദം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ സമപ്രധാനമായതുപോലെ സമസമുച്ചയം, അവിടെ അർത്ഥം ഒന്ന് തന്നെ കിട്ടുക. എപ്രകാരം നിഷേധം നടന്നല്ലോ, ഒന്ന് പ്രധാനം ഒന്ന് ഗൗണവും. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ പിന്നെന്താ വരുന്നത്? രണ്ടും പ്രധാനമായിരുന്നാലും. ഭാഷ്യത്തിൽ ടീക്കയില് സമസമുച്ചയിച്ച പരേണാഭിനേഷ്യത, പരം പോലും സമുച്ചയം മാനിക്കുന്നില്ല. വിരോധേനച്ച പരിജഹ്രേ, ലിട്ട് പ്രയോഗമാണ്, പരിഹരിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം സമസമുച്ചയം എന്നുള്ളത് ഞങ്ങള് മുമ്പേ പരസ്പര വിരോധമുള്ളതിനാൽ പരിഹാരം പറഞ്ഞതാണ്. കാരണം ജ്ഞാനത്തോടുകൂടി കർത്തൃത്വം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് പിന്നെ എങ്ങനെയാണ് ജ്ഞാനകർമ്മ സമുച്ചയം നടത്താൻ പറ്റുക? ടിപ്പണിയിൽ ഒരു ചെറിയ ഭാഗത്ത് കാണാം, പരിഹൃതോ ജ്ഞാനകർമ്മണോർ വിരോധം ഉപദർശയദ്ഭിർ ഉപമർദ്ദം ച ഇത്യാദി സൂത്രേണ. ജ്ഞാനകർമ്മങ്ങൾ തമ്മിലുള്ള പരസ്പര വിരോധമുള്ളത് കൊണ്ട് സമസമുച്ചയവും നടത്താൻ പറ്റത്തില്ല എന്ന് ഞങ്ങൾ പണ്ടേ ഈ ഒരു കാര്യം പറഞ്ഞ് അവതരിപ്പിച്ചതാണെന്നർത്ഥം. ഇത് ഇവിടെ തന്നെ ആവണമെന്നില്ല. ഇവിടെ എന്താ ടീക്കയിൽ കാണുന്നത്? ടിപ്പണി പറഞ്ഞെന്താ? സൂത്രേണ. അപ്പോൾ ഒരേ അഭിപ്രായം മറ്റെവിടെയും ഉണ്ടെങ്കിലും കൊണ്ടുവന്ന് വെക്കുന്നതിനെ കൊണ്ട് വിരോധമില്ല. തസ്മാത് ഇനി എന്താണ്? സംപിണ്ഡിതാർത്ഥം അവതരിപ്പിക്കാൻ പോവാണ് നമ്മൾ. കർമ്മ അവിരുദ്ധ ദേവതാജ്ഞാനസ്യൈവ അത്ര സമുച്ചയോ വിധിസ്യതേ. വിധാതും ഇച്ഛതി വിധിസ്യതേ. കർമ്മവുമായിട്ട് വിരോധമില്ലാത്ത അവിരുദ്ധമായിരിക്കുന്ന ദേവതാജ്ഞാനത്തെയാണ് ഇവിടെ സമുച്ചയിക്കാൻ ഇഷ്ടപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്ന് കർമ്മം, രണ്ടാമത്തത് ജ്ഞാനം. ആ ജ്ഞാനം ഏതാ? പൂർവപക്ഷ പറയുന്ന ജ്ഞാനം ഏതാ? അപരോക്ഷ ബ്രഹ്മാകാര വൃത്തി, സമുച്ചയത്തിന്റെ സ്ഥലത്ത്. സിദ്ധാന്തി സമുച്ചയത്തെ അനുവദിച്ചു കൊടുക്കും. അതെവിടെ ഏതുമായിട്ടുള്ള സമുച്ചയമാണ്? ദേവതാജ്ഞാനം എന്നുള്ള ഉപാസനയ്ക്ക് കർമ്മമായിട്ട് സമുച്ചയം സംഭവിക്കാം. കർമ്മമായിട്ട് അവിരോധമുള്ള അവിരുദ്ധ ദേവതാജ്ഞാനസേവ. ടിപ്പണി 14 കണ്ടോ? ദേവതാജ്ഞാനം, ദേവതോപാസനം. ഈ ദേവതാ ഉപാസനയ്ക്ക് അത്ര സമുച്ചയോ, ഈ സ്ഥലത്ത് കർമ്മമായിട്ടുള്ള സമുച്ചയം വിധിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. നനു ദേവതാജ്ഞാനസ്യ കർമ്മഫല അതിരിക്ത ഫലാഭാവാത് സമുച്ചയോ ന സംഭവതി ഇത്യത ആഹാ. പൂർവപക്ഷ അഭിപ്രായപ്പെടുകയാണ്, ദേവതാജ്ഞാനസ്യ എന്ന് പറഞ്ഞാൽ ദേവതാ ഉപാസനസ്യ, ദേവതാ ഉപാസനയ്ക്ക് കർമ്മത്തിന്റെ ഫലത്തിൽ നിന്ന് അതിരിക്തമായിട്ട് ഫലമില്ലാത്തതിനാൽ, പൂർവപക്ഷിയുടെ അഭിപ്രായമാണ്, കർമ്മത്തിന്റെ ഏത് ഫലമാണോ അത് തന്നെയാണ് ദേവതാ ഉപാസനയുടെയും ഫലം. ദേവതാ ഉപാസനയ്ക്ക് ഫലം വേറെ, കർമ്മത്തിന് ഫലം വേറെ എന്നൊന്നുമില്ല. മനസ്സിലായോ? അതായത് നിങ്ങളുടെ ഈ കൈവല്യം എന്നുള്ള ബ്രഹ്മസ്വരൂപതയൊന്നും പൂർവപക്ഷിക്ക് അറിയത്തേ ഇല്ല. പൂർവപക്ഷി നോക്കണം, ഇവിടത്തെ പണ്ഡിതനായിരിക്കുന്ന പൂർവപക്ഷിക്ക് പോലും ഇനി അങ്ങോട്ട് പലതും കാണാം. നമ്മൾ ശാസ്ത്രം ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ സംഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ശാസ്ത്ര സംബന്ധമില്ലാത്ത, ശരി, പറയേണ്ട ആവശ്യമില്ലല്ലോ ആരെ കുറിച്ചാണ്. അപ്പൊ അവരെന്ത് പറഞ്ഞാലും കേട്ടിരിക്കുക എന്നല്ലാതെ തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങോട്ട് സംസാരിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് അറിയാത്തൊരു ഫീൽഡിനെ കുറിച്ച് നമുക്ക് സംസാരിച്ചിട്ട് എന്ത് കിട്ടാനാ? അതിന് അവിടെ മാസ്റ്റേഴ്സ് വേറെ ഇരിക്കുന്നുണ്ട്. ഇതേപോലെ ശാസ്ത്രസംഗതി തീർത്തും അറിയാത്തവരോട് എന്ത് ചർച്ച? ഇവിടെ തന്നെ ശാസ്ത്രസംഗതി അറിഞ്ഞിട്ടും, അതായത് ശാസ്ത്രത്തിന്റെ രീതി മനസ്സിലാക്കിയിട്ടും യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വിട്ടുപോയവരാണ്. നിങ്ങൾക്കിനി പല ആചാര്യന്മാരെയും ഭാഷ്യകാരൻ കൊണ്ടുവരുന്ന കാണാം. ഭർത്തൃപ്രപഞ്ചാദി, ബോധായന വൃത്തികാരൻ, ഇങ്ങനെയൊക്കെയുള്ള ആചാര്യന്മാര് ഇതിനു മുമ്പേ തന്നെ, ഭാഷ്യകാരന് മുമ്പേ തന്നെ ശ്രുതി വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്.
അദ്വൈതം എന്നും പറഞ്ഞു തന്നെയാണ് അവരും നിന്നത്. അവർക്ക് സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾ പല സ്ഥലത്തും ഭാഷ്യകാരൻ എടുത്ത് കാണിക്കുന്നു. അതായത് അദ്വൈത വേദാന്തത്തിൽ തന്നെ ഭാഷ്യകാരെ റിഫൈൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇവരുടെ അഭിപ്രായം ഈ സ്ഥലത്ത് തെറ്റാണ്, തെറ്റിയ സ്ഥലം എടുത്ത് കാണിക്കും. എന്നപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, അതിന്റെ മുന്നേ ആൾക്കാർ എന്തായിരിക്കും കരുതി വെച്ചിരുന്നത് എന്ന്. ആ സമാന സ്ഥിതിക്ക് ആരാണോ ഭാഷ്യകാരനെയും ടീക്കയും ടിപ്പണിയായിട്ട് ഈ സാധനം പഠിക്കാത്തത്, അവർക്ക് എന്ത് വേദാന്തം, എന്ത് ബ്രഹ്മവിദ്യ, എന്ത് ജ്ഞാനം, എന്ത് മോക്ഷം? ദേവതാജ്ഞാനസ്യ കർമ്മഫല അതിരിക്ത ഫലഭാവാത്. ദേവതാജ്ഞാനം എന്നുള്ള ഉപാസനയ്ക്ക് ഈ കർമ്മഫലത്തിൽ നിന്ന് അതിരിക്തമായിരിക്കുന്ന ഫലമില്ല. അതുകൊണ്ട് സമുച്ചയോന സംഭവതി, സമുച്ചയം സംഭവിക്കത്തേയില്ല. ഉദ്ദേശം എന്താണ്? നിഷേധം ചെയ്ത ശേഷം പിന്നെ സമുച്ചയം ചെയ്യണമെങ്കിൽ രണ്ടിനും ഫലം ഉണ്ടായിരിക്കണം. ഒന്നിനെ കൊണ്ട് തന്നെ ഈ പറഞ്ഞ ഫലം കിട്ടുമെങ്കിൽ പിന്നെ എന്തിനാണ് സമുച്ചയം? ഇതാണ് ഉദ്ദേശിച്ചത്. ടിപ്പണി 16 നോക്ക്, അവിടെ ഇതിന്റെ വ്യാഖ്യാനമുള്ളൂ. ന സംഭവതീതി. ടിപ്പണി 16, സമുച്ചയോ ഹി ഫല അതിരേകായ ചികീർഷത. ഫലം ഭിന്നമാവാൻ വേണ്ടിയാണ് സമുച്ചയം ആഗ്രഹിക്കുന്നത്. ഉഭയോരേക ഫലകത്വേ. ജ്ഞാനത്തിനും കർമ്മത്തിനും ഒരേ ഫലമാണെങ്കിൽ, അതായത് ദേവതാ ഉപാസനയ്ക്കും കർമ്മത്തിനും ഒരേ ഫലമാണെങ്കിൽ, അന്യതര ലഭ്യമേവ. ഏതെങ്കിലും ഒന്ന് ചെയ്താൽ തന്നെ ഫലം കിട്ടൂലേ? ഉഭയോരേക ഫലകത്വേന. ജ്ഞാനത്തിന്റെയും ഉപാസനയുടെയും ഫലം ഒന്ന് തന്നെയാണെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ തന്നെ ആ ഫലം കിട്ടും. അങ്ങനെ ഇരിക്കെ ദ്വയലഭ്യം ന അതിശയമിതി. രണ്ടിൽ നിന്നും ലഭിക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു അതിശയമില്ലല്ലോ. ഒന്ന് ചെയ്താൽ തന്നെ കിട്ടുന്നത് അതേ ഫലമല്ലേ. ആയതിനാൽ വ്യർത്ഥ ഏവ സമുച്ചയ സ്യാത്. ആയതുകൊണ്ട് സമുച്ചയം വ്യർത്ഥമാണ് എന്നുള്ളതാണ് പൂർവപക്ഷിയുടെ ആക്ഷേപം. സംപിഡിതമായിട്ട് പറഞ്ഞാൽ ഉപാസനയ്ക്ക് വേറെ ഫലമില്ലാത്തത് കൊണ്ട് സമുച്ചയം ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞാൽ, ഈ കർമ്മം ചെയ്തത് കൊണ്ട് തന്നെ ഉപാസനയുടെ ഫലം കിട്ടുമെന്നിരിക്കെ, എന്ന് പറഞ്ഞ ഉപാസനയ്ക്കും കർമ്മത്തിനും ഒരേ ഫലമാണെങ്കിൽ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഉപാസനയുടെ ഫലം കിട്ടും. പിന്നെ എന്തിനാണ് സമുച്ചയം നടത്തി ചെയ്യേണ്ടത്? കഷ്ടപ്പാടല്ല, അധികമല്ലേ അവിടെ? അതിന് ഉത്തരം പറയാണ് വിദ്യയാ. കഴിഞ്ഞ പേജ് നോക്കുക, 33-ാം പേജില്. വിദ്യയാ ദേവലോക ഇതി പൃഥക് ഫലശ്രവണാത്. വിദ്യ ദേവലോക കർമ്മണ പിതൃലോക. ഇതെല്ലാം മുന്നോട്ടേക്കും കാണാൻ കുറച്ചും കൂടി. കർമ്മണ പിതൃലോകം 3-ാം പങ്ക്തിയില്. ഇതെല്ലാം ബൃഹദാരണ്യത്തിന്റെ 1-ാം അധ്യായത്തിലെ 5-ാം ബ്രാഹ്മണത്തിലെ 16-ാം മന്ത്രത്തിന്റെ ശകലങ്ങളാണ് എടുത്തെടുത്ത് വെച്ചിരിക്കുന്നത്. വിദ്യയാ, വിദ്യ എന്ന് പറയുന്ന അർത്ഥം ഉപാസനയാ. ഉപാസന കൊണ്ട് ഉപാസനേന എന്ത് കിട്ടും? ഉപാസനം എന്ന് രൂപമുണ്ട്. അപ്പൊ ഉപാസനേന എന്ന് പറയാം. ഉപാസനേന ദേവലോക. ഈ ദേവലോകം ഏതാണ്? ഇന്ദ്രലോകത്തെയാണോ ദേവലോകം എന്ന് പറയുന്നത്? അല്ല, ഇന്ദ്രൻ ദേവനല്ലേ? ഹിരണ്യഗർഭലോകം. ഇന്ദ്രൻ ദേവനാണ്, പക്ഷേ ദേവനാണ്. നമ്മൾ ഇന്ദ്രലോകം ദേവലോകം എന്ന് പറയാറില്ല. അപ്പം ദേവയാന പന്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിരണ്യഗർഭ ലോകത്തിലേക്ക് പോകാനുള്ള ഉത്തരായണ മാർഗത്തെയാണ്. അപ്പം വിദ്യാദേവലോക എന്നുള്ളത് ഹിരണ്യഗർഭലോകം ഉപാസനേന എന്ന് അന്വേഷിക്കുക. ഇത് എല്ലാ ഉപാസന നടത്തിയാലും ഹിരണ്യഗർഭ ലോകത്തെത്താൻ പറ്റൂല. അതിന് സൂത്രം തന്നെ പറയും അപ്രതികാലംബന നൈരീതി ബാധരായണ. അതിന്റെ അനുബന്ധ ശ്രുതിയുണ്ട്. ന തത്ര ദക്ഷിണായന്തി. നിങ്ങളെ 3-ാം പങ്ക്തി നോക്ക് ഭാഷ്യത്തില്. ന തത്ര ദക്ഷിണായന്തി. ദക്ഷിണ ഉദ്ദേശിച്ചത് കർമ്മത്തെയാണ്. ദക്ഷിണ പ്രധാനമുള്ള കർമ്മം. കർമ്മം കൊണ്ട് ആ ദേവലോകത്തേക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെന്ത് പറ്റി? വിദ്യ ദേവലോക. വിദ്യ കൊണ്ടാണ് ദേവലോക പ്രാപ്തി. ഇത് പൃഥക് ഫലശ്രവണാത്. വേറിട്ട് തന്നെ ഫലം കേൾക്കുന്നുണ്ട്. ഏതിൽ നിന്ന് വേറിട്ട്? കർമ്മത്തിന്റെ ഫലത്തിൽ നിന്ന് വേറിട്ട് തന്നെ ഉപാസനയുടെ ഫലം കേൾക്കുന്നതിനാൽ ഉപാസനയുടെ ഫലം വേറെയാണ്, കർമ്മഫലം വേറെയാണ്. കർമ്മത്തിന്റെ ഫലം എന്താ? പിതൃലോക. ശരിക്കും പിതൃലോകത്തിന് ശേഷം ഒരു ലോകം കൂടി ഉണ്ട്, ഹിരണ്യഗർഭ ലോകം. എന്താണ് പിതൃലോകത്തിന് ശേഷം ഇന്ദ്രലോകം. ഇന്ദ്രലോകത്തിന്റെ മുന്നേ ആണ് ഈ പിതൃലോകം വരുന്നത്. പക്ഷേ ശ്രുതി പിതൃലോക ആണ്. മനസ്സിലായിക്കോളണം. പിതൃലോകത്തിന് മുന്നേ ഉള്ള ലോകമാണ്, ഇന്ദ്രലോകത്തിന് മുന്നേ ഉള്ള ലോകമാണ് ഈ പിതൃലോകം. പിതൃലോകാനന്തരം
ഇന്ദ്രലോകവും വരുന്നുണ്ട്. ഇനി ടീക്ക കണ്ടോ, ടിപ്പണി നോക്കിയോ. പൃഥക് ഫല ശ്രവണാതിഥി ന സമുച്ചയ അനുഭവത്തിരിതി ശേഷ. അതുകൊണ്ട് സമുച്ചയ അനുപന്നമാവുന്നില്ല, സമുച്ചയം നടത്താം. പൂർവപക്ഷി എന്താ പറഞ്ഞത്? ഒരേ ഫലമായ സ്ഥിതിക്ക് എങ്ങനെ സമുച്ചയം പറയണം? അല്ല, രണ്ട് ഫലമുണ്ട്, അതുകൊണ്ട് സമുച്ചയം നടത്താൻ പറ്റും. ടിപ്പണി മുന്നോട്ട് കണ്ടോ. കർമ്മണസ്തു പിതൃലോകാഖ്യം പൃഥക് ഫലം അനുപദമേവ വക്ഷ്യതീത്തി അവധേയം. കുറച്ചു കഴിഞ്ഞാൽ കർമ്മത്തിന്റെ ഫലമായിട്ട് പിതൃലോകത്തെയും പറയും. അതുകൊണ്ട് കർമ്മത്തിന്റെ ഫലം വേറെ, ഉപാസനയുടെ ഫലം വേറെ. ഇനി ഫലം വേറെ ഉണ്ടായിട്ടും നിഷേധവും കൂടി നടന്നതിനാൽ രണ്ടും കൂട്ടിച്ചേർക്കണം. നിഷേധം നടന്നിട്ടുണ്ട്, ഫലം ഇട്ട് പറഞ്ഞിട്ടുണ്ട്. ആയതുകൊണ്ട് നിഷേധം നിഷിധ്യ വസ്തുവിനെ നിഷേധിക്കാനുള്ളതല്ല, മറിച്ച് മറ്റെന്തോ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അതെന്തിനു വേണ്ടിയാ? സമുച്ചയം നടത്താൻ വേണ്ടി. ഇതാണ് ഇതിന്റെ പ്രക്രിയ ശൈലി. ഇനി നിങ്ങൾ ടീക്കയെ തന്നെ നോക്കിയോ. നനു സമുച്ചിതീഷയ നിന്ദേതി കിമിതി വ്യാഖ്യായത്. അല്ല, സമുച്ചയം നടത്താനുള്ള ഇച്ഛ കൊണ്ടാണ് നിന്ദിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ എന്തിനാ വ്യാഖ്യാനം നടത്തുന്നത്? പൂർവപക്ഷി ചോദിക്കുകയാണ്. ഇനി നിങ്ങൾ 17 നമ്പർ ടിപ്പണി കാണും. കഥം തർഹി വ്യാഖ്യായതാം. പിന്നെ ഏത് രീതിയിലാണ് വ്യാഖ്യാനിക്കേണ്ടത്? തത്രാഹ. അതിന് ഉത്തരം പറയാണ് പൂർവപക്ഷി തന്നെ. ടീക്ക കാണുക. അധ്യയന വിധേർ മോക്ഷാദ് അർവാക് പര്യവസാന അനുപത്തേർ ദേവലോകാദി പ്രാപ്തേ ഫല ആഭാസത്വാത് പ്രഹാണാർത്ഥൈവ നിന്ദ ഇതി കിം നേഷ്യതേ. അധ്യയന വിധേയർ, അധ്യയന വിധിയുടെ സ്വരൂപം എന്ന് പറഞ്ഞേ. ഏതാണ് അധ്യയന വിധി? സ്വാധ്യായോ അധ്യേതവ്യ എന്നുള്ളതാണ് അധ്യയന വിധി. ഇവിടെ അധ്യയന വിധിയുണ്ട്. ഇനി വലിയ വലിയ ടെക്സ്റ്റുകൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അധ്യാപന വിധിയും കാണാം. അധ്യാപന വിധി കൽപ്പിക്കുന്നതാണ്, വിധി ഇല്ല സ്ഥിതിക്ക്. എന്ന് പറഞ്ഞാല് ഈ ആട് കടിച്ച് നഷ്ടപ്പെട്ടു പോയതുപോലെ വേദവും മൊത്തം കിട്ടിയില്ല എന്നാണല്ലോ പറയുന്നത്. എന്നപ്പോൾ കൽപ്പിച്ച ബാക്കി ആരും നിങ്ങളെ തടയൊന്നുമില്ല. ഓക്കെ. ആചാര്യ കാമോ മാണവകം ഉപനീത എന്നോ മറ്റോ നിങ്ങൾക്കിതെല്ലാം ന്യായസിദ്ധാന്ത മുക്താവലിയിൽ കാണാൻ അങ്ങനെയുള്ള കൽപ്പനയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ശാസ്ത്രത്തിന്റെ ഇതിന്റെ ബന്ധമാണ് കേട്ടോ. നാളെ നമ്മൾ ഇതിനെ വിശദീകരിക്കും ബ്രഹ്മസൂത്രത്തില്. ആ സൂത്രം തന്നെ വന്നത് എന്തിനാണെന്നുള്ളതാണ്. സ്വാധ്യായ വിധിയാല് ഷഡംഗത്തോടുകൂടി വേദം അധ്യയനം നടത്തിയവന് ശ്രവണത്തിൽ പ്രവർത്തിക്കാനായിട്ട് വിധാനം നടത്തിയതാണ്, ശ്രവണവിധി കൊടുത്തതാണ്. ശ്രോതവ്യ, മന്തവ്യ, നിധ്യാസിതവ്യ ഇത്യാദികളിലൂടെ. ഓക്കെ. അതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ ഒന്നാമത്തെ സൂത്രം തന്നെ അവിടെ പ്രവർത്തിക്കാൻ പോകുന്നത്. ഇതാണ് അവിടെ പറയുന്നത്. ഇവിടെ എന്താണ്? അധ്യയന വിധേയർ. പൂർവപക്ഷ അഭിപ്രായപ്പെടുന്നത് അധ്യയന വിധി കേവലം ഏതിന് മാത്രമല്ല, ഗുരു ഉച്ചാരണ അനന്തരം ഉച്ചരിച്ചിട്ട് മന്ത്രത്തെ സ്വായത്തമാക്കാൻ വേണ്ടിയല്ല, മറിച്ച് കൈവല്യം വരെയുള്ള കാര്യം അധ്യയന വിധിയുടെ ഭാഗമാണ് എന്നാണ് പൂർവപക്ഷ അഭിപ്രായപ്പെടുന്നത്. സിദ്ധാന്തത്തില് അധ്യയന വിധിയുടെ കാര്യം കേവലം അതായത് ഉച്ചാരണാനന്തരം ഉച്ചരിച്ചിട്ട് വേദത്തെ വീട്ടിലെത്തിയ ശേഷം തിരിച്ച് ഗൃഹസ്ഥനായിരിക്കുമ്പോൾ നിരന്തരം സ്വാധ്യായം ചെയ്യാനായിട്ട് വേണ്ടിയുള്ളതും, അതേപോലെ കർമ്മകാണ്ഡ സ്ഥലത്ത് ദേവത ഏതാണ്, അവിടുത്തെ മന്ത്രം ഏതാണ് എന്നെല്ലാം അറിയാൻ വേണ്ടിയാകുന്നു. അവിടെ പോലും രണ്ടാക്കി മാറ്റും. ഒന്ന് ഉച്ചാരണാനന്തരം ഉച്ചരിക്കുകയാണ് ഗുരുകുലത്തില്. പക്ഷേ അതുകൊണ്ട് മാത്രം മാണവകനെ തിരിച്ച് സമാവർത്തനം നടത്തി വീട്ടിലേക്ക് വിടാൻ പാടില്ല. ഈ ഒരു സ്ഥലത്താണ് നിങ്ങളുടെ അഥാതോ ധർമ്മജിജ്ഞാസ എന്നുള്ള സൂത്രം അവതരിപ്പിക്കുന്നത്. ഓക്കെ. ധർമ്മജിജ്ഞാസയിലൂടെ പിന്നെ അങ്ങോട്ടേക്ക് പൂർവമീമാംസയുടെ ചർച്ച തുടങ്ങുകയാണ്. ഏത് കർമ്മം എങ്ങനെ, ഏതാദ്യം ഏത് പിന്നെ എന്നുള്ളതെല്ലാം. അത്രയും പോരാ, ഗൃഹ്യ സൂത്രാദികളെ ആശ്രയിച്ചും കൊണ്ടാണ് പിന്നെയുള്ള നിരൂപണം, കർമ്മം എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അധ്യയന വിധേയർ മോക്ഷാദ് അർവാക് പര്യവസാന അനുഭവത്തേഹേ. അർവാക്ക് എന്ന് പറഞ്ഞ മുന്നേ, മോക്ഷത്തിന് മുന്നേ അധ്യയന വിധി പരിസമാപനം നേരിടുന്നില്ല എന്ന് പറഞ്ഞാൽ മോക്ഷം വരെയുള്ള കാര്യം അധ്യയന വിധിയുടെ കാര്യമാകുന്നു. അപ്പോൾ സിദ്ധാന്തി പറയാണ്, അല്ല, ഈ അധ്യയനം വഴി കർമ്മം നടത്തി ദേവലോകപ്രാപ്തി ഫലമാവാൻ പാടില്ലേ അധ്യയന വിധിയുടെ ഫലം? അതിനുത്തരം പറയാണ്, ആർക്ക് വേണം ഈ ദേവലോകപ്രാപ്തി?
ദേവലോകാദിപ്രാപ്തേ ഫല ആഭാസത്വാത്. അത് ഫലമല്ല, മറിച്ച് ഫലത്തിന്റെ ആഭാസം മാത്രമാണത്. നിങ്ങൾ 18 നമ്പർ ടിപ്പണി കാണുക. മോക്ഷാത്മകം നിത്യം ഫലം അനുദ്ദിശ്യ വേദാധ്യയനം വിദധാനഃ സ്വാധ്യായോ അധ്യേതവ ഇത്യേഷ വിധിർ ന സാഫല്യം അസ്നുവീത. മോക്ഷാത്മകമായിരിക്കുന്ന നിത്യഫലത്തെ ഉദ്ദേശിക്കാതെ അനുദ്ദിശ്യ വേദാധ്യയനം വിദധാനഃ, വേദാധ്യയനത്തെ വിധാനം നടത്തുന്ന ആര്? വിധി. ഏത് വിധി? സ്വാധ്യായോ അധ്യേതവ്യ എന്നുള്ള ശ്രുതി സ്വരൂപമായിരിക്കുന്ന വിധി സാഫല്യത്തെ പ്രാപിക്കത്തില്ല എന്ന് പറയാൻ അർത്ഥം വേണം. മോക്ഷം എന്നുള്ള ഫലത്തെ ഉദ്ദേശിച്ചിട്ട് സ്വാധ്യായോ അധ്യേതവ്യ എന്നുള്ള വിധി വരുമ്പോൾ മാത്രമാണ് ആ വിധി സഫലമാകുന്നത് എന്നാണ് ഉദ്ദേശിച്ചത്. എന്നുവെച്ചാൽ തഥാ സതി പ്രാമാണ്യം ഈ ആദിതിഭാവ. മോക്ഷഫലം കൊടുക്കുന്നില്ലെങ്കിൽ അത് പ്രാമാണ്യത്തെയും പ്രാപിക്കുന്നില്ല. അപ്പോൾ പൂർവക്ഷിയോട് സിദ്ധാന്തി ചോദിക്കുകയാണ്, നനു മോക്ഷാത് അർവാചീനമപി സ്വർഗാദിഫലമുദ്ദിശ്യ പ്രവർത്തമാനോപി സ സാഫല്യമാപ്നോതു. മോക്ഷത്തിന് മുന്നേ ഉള്ളേ മോക്ഷാത് അർവാചീനം, മോക്ഷത്തിന് മുന്നേ ഇരിക്കുന്നേ സ്വർഗാദി ഫലത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ആ സ്വാധ്യായ അധ്യേതവ്യ എന്നുള്ള വിധി പ്രവർത്തിക്കാമല്ലോ, സാഫല്യം ആപ്നുയ, സാഫല്യത്തെ പ്രാപിക്കുമല്ലോ. അതിന് പൂർവക്ഷ ഉത്തരം പറയാണ്, നാ അത് നടക്കൂല. ഇതാണ് ഭാഷ്യത്തിൽ കാണുന്ന ടീക്കയിൽ കാണുന്നത്. ദേവലോക ആപ്തേഹേ, ആപ്തി എന്ന് പറഞ്ഞ പ്രാപ്തി. ദേവലോക പ്രാപ്തി എന്നുള്ളത് ഫലമല്ല, മറിച്ച് ഫല ആഭാസത്വാത്. അത് കേവലം ഫലം എന്നുള്ളത് ആഭാസം മാത്രമാണ്. അങ്ങനെ ഇരിക്കും എന്ത് ചെയ്യും? ടിപ്പണി 19 ആണ്. തഥാസതി കിമർത്ത നിന്ദ, പിന്നെ എന്തിനാണ് നിന്ദ എന്ന് സിദ്ധാന്തി ചോദിക്കുകയാണ്. അപ്പൊ പൂർവപക്ഷം എന്താ പറയുന്നത്? പ്രഹാണാർത്ഥ. ടീക്കണ നോക്കിയോ? പ്രഹാണാർത്ഥ ഏവ നിന്ദ ഇതി കിം നേഷ്യതി. അത് ത്യാഗം നടത്താൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഉപാസന ചെയ്യേണ്ടതില്ല. എപ്പോൾ? അത് മോക്ഷഫലമല്ലെങ്കിൽ. ഈ ഉദ്ദേശത്തോടു കൂടിയാണ് നിന്ദ ചെയ്തെങ്കിലോ വല്ലാത്തൊരു ഏരിയ ആണ് പോകുന്നത്. ടിപ്പണി ആ 19 ടിപ്പണിന്റെ കുറച്ചുകൂടി മുന്നോട്ട് കണ്ടോ? ദേവതാദി ജ്ഞാനാദി മോക്ഷ അസാധനസ്യ തിത്യാജേഷയാ ഇതിയാവത്. ദേവതാ വിജ്ഞാനാദി, ദേവതാ വിജ്ഞാനം ആദിപദം കൊണ്ട് കർമ്മം, ദേവതാ വിജ്ഞാനവും കർമ്മവും മോക്ഷ അസാധനസ്യ, മോക്ഷത്തിന്റെ സാധനമല്ലാതെ പോകുമ്പോൾ തിത്യാജേഷയാ അതിനെന്ത് ചെയ്യണം? ത്യാഗം നടത്തണം. ഈ ത്യാഗം നടത്താനുള്ള ഇച്ഛ കൊണ്ടാണ് എന്ത് പറഞ്ഞത്? നിഷേധം നടത്തിയത് എന്ന് എന്തുകൊണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല? ഈ ടീക്കയുടെ ഭാഗത്ത് നിന്ന് എത്രയോ മുന്നോട്ട് പോയി ടിപ്പണിയുടെ അന്വയം. ഫലാഭാസത്വാത് പ്രഹാണാർത്ഥ ഇവ. ഫലം സ്വർഗാദി ഫലം ആഭാസമാണെന്നിരിക്കെ മോക്ഷഫലമാണ് കൊടുക്കേണ്ടത്. ഏത്? കർമ്മവും ഉപാസനയും. അങ്ങനെ ഒരു ഫലം കൊടുക്കുന്നില്ല എങ്കിൽ പിന്നെ അവ ത്യജിക്കാൻ വേണ്ടി തന്നെയാണ്. ഏത് ഉപാസന കർമ്മമാണോ മോക്ഷഫലം കൊടുക്കാത്തത് അതിനെ ത്യജിക്കാൻ വേണ്ടി തന്നെയാണ് നിന്ദ ചെയ്തത് എന്ന് എന്തുകൊണ്ട് അന്വേഷിക്കാൻ പറ്റത്തില്ല? തത്രാഹ, അതിന് ഉത്തരം പറയാണ് സിദ്ധാന്തി. ഭാഷ്യം കാണ്. തയോർ ജ്ഞാനകർമ്മണോർ ഇഹ ഏകൈക അനുഷ്ഠാന നിന്ദ സമുച്ചിചീഷയാ. തയോർ അവ രണ്ടിന്റെയും, ഏത് രണ്ടിന്റെ? ജ്ഞാനകർമ്മണോഹോ, ജ്ഞാനകർമ്മങ്ങളുടെ. ഒന്ന് ജ്ഞാനം, രണ്ടാമത്തെ കർമ്മം. ഇഹ ഏകൈക അനുഷ്ഠാന നിന്ദ എന്ന് പറഞ്ഞാൽ കേവല കർമ്മത്തിന്റെ നിന്ദയും കേവല ഉപാസനയുടെ നിന്ദയും ഇവിടെ കേൾക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാ? സമുച്ചിചീഷയ, പരസ്പര സമുച്ചയം നടത്താനുള്ള ഇച്ഛ കൊണ്ട് ചെയ്തതാണ്. ന നിന്ദാപര ഏവ, അത് നിന്ദാ താല്പര്യത്തോടു കൂടി ചെയ്തതല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിന്ദയാണെന്ന് മനസ്സിലാക്കണ്ട. പിന്നെന്തിനാ? സമുച്ചയം നടത്താൻ വേണ്ടിയാകുന്നു. അല്ല, നിന്ദയ്ക്ക് ശേഷം നിങ്ങൾ പറയുന്നു സമുച്ചയം നടത്താനാണ്. അതിനെന്താ കാരണം? നിങ്ങൾ ഏത് കാരണത്തെ ആശ്രയിച്ചിട്ട് പറയും ഇവിടെയുള്ള നിന്ദ നിന്ദിച്ചതല്ല, മറിച്ച് സമുച്ചയം നടത്താനാണെന്ന്? അതിനുള്ള കാരണം പറയാണ് പൃഥക് ഫലശ്രവണ. അത് ഓരോന്നിനും ഭിന്ന ഭിന്നമായിട്ട് ഫലം കേൾക്കുന്നുണ്ട് എന്ന് പറയുന്ന അർത്ഥം നിഷേധം നടത്തുകയും പിന്നെ ഓരോന്നിനും ഫലം കേൾക്കുകയും ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ശ്രുതിയിലൂടെ, ഇപ്പൊ 9ാമത്തെ ശ്രുതിയിലൂടെ നിഷേധം നടത്തും, 10ാമത്തെ ശ്രുതിയിലൂടെ ഓരോന്നിന്റെ പൃഥക് ഫലം പറയും, 11ാമത്തെ ശ്രുതിയിലൂടെ അവയുടെ സമുച്ചയം നടത്തും. അപ്പൊ സമുച്ചയം നടത്താനുള്ള കാരണം എന്താ? നിഷേധവും അതേപോലെ തന്നെ അവയ്ക്ക് ഓരോന്നിനും പ്രത്യേക ഫലവും ഉള്ളത് കൊണ്ടാണ് നമ്മൾ പിടിച്ചിവയെ സമുച്ചയം നടത്തുന്നത്. ടീക്ക നോക്കിയോ? ന ഫലശബ്ദോ മോക്ഷേ രൂഢോ. ഫലം എന്നുള്ള ശബ്ദം മോക്ഷത്തിൽ രൂഢമൊന്നുമല്ല. അതായത് പദങ്ങളെ നമ്മൾക്ക് രൂഢിയെന്നോ യൗകികമെന്നോ യോഗരൂഢിയെന്നോ യൗകിക രൂഢിയെന്നോ നാലാക്കാം. അപ്പോൾ
അവയവാർത്ഥ പ്രധാനമാണെങ്കിൽ യോഗവും അവയവാർത്ഥ പ്രധാനമല്ലാതെ പ്രസിദ്ധാർത്ഥത്തെ പറയുമ്പോൾ ഇതിനെ രൂഢി എന്ന് പറയും. ശരി. അപ്പൊ ഇവിടെ ഫലം എന്നുള്ള ശബ്ദം മോക്ഷത്തിൽ രൂഢിയൊന്നല്ല, രൂഢമല്ല. അതെന്തുകൊണ്ടാ? ഇനി 37-ാമത്തെ പേജ് കണ്ടോ, ടീക്ക നേരിട്ട് 36-ൽ ഒന്നുമില്ല, 35-ലും ഒന്നില്ല. ടീക്ക പിന്നെ വരുന്ന 37-ാം പേജിലാ. മോക്ഷം അനിശ്ചതാമപി, മോക്ഷത്തിന്റെ ഇച്ഛയില്ലെങ്കിൽ പോലും, അതായത് സ്വർഗത്തിൽ പോകുന്നവനെ സംബന്ധിച്ച് സ്വർഗം നിത്യമല്ല എന്ന് അറിഞ്ഞിട്ടും അവൻ അവിടെ ഇച്ഛ ഉണ്ടാവാറുണ്ട്. സമീഹിതേ, സമീഹിത എന്ന് പറഞ്ഞ ഇഷ്ടം എന്നർത്ഥം. ഫല വ്യാപാര ദർശനാത്, സമീഹിതമായിരിക്കും സ്വർഗത്തിൽ ഫലവ്യാപാരം എന്ന് പറഞ്ഞാൽ അത് ഫലമാണെന്നുള്ള ജ്ഞാനവും ഫലമാണെന്നുള്ള ശബ്ദവ്യവഹാരം നടത്താറുണ്ട്. അതുകൊണ്ടെന്താ? തതോ, അതുകൊണ്ട് യോ ദേവലോകാദിം ഉപാദിസ്യതേ, ഉപാദാതും ഇച്ഛതി ഉപാദിസ്യതേ, ആരാണോ ദേവലോകാദികളെ പ്രാപിക്കാൻ ഇച്ഛിക്കുന്നത്, തസ്യ അവന് തദപി ഫലം ഭവത്യേവേത്യർത്ഥ, ആ ദേവലോകാദികളും, ദേവലോകം എന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് ആദിപദത്താൽ നിങ്ങൾ സ്വർഗത്തെ എടുത്തോളാം. അപ്പൊ സ്വർഗവും ദേവലോകവും ഫലമായി മാറുന്നുണ്ട്. ഇതൊന്നും തന്നെ മോക്ഷാത്മകമല്ല. അതുകൊണ്ട് ഫലം എന്ന് കേൾക്കുമ്പോഴേക്ക് മോക്ഷത്തെ എടുത്തു കൊണ്ടുവരേണ്ട ആവശ്യമില്ലെന്നർത്ഥം. ഇനി ഇവിടെ ടീക്ക് അവസാനിപ്പിച്ചു. ഇനി മൊത്തം ഭാഷ്യം മാത്രമേ ഉള്ളൂ. ഭാഷ്യം കണ്ടോ? ഇനി വിദ്യാ തദാരോഹന്തി, ഇതിന്റെ 5-6 ടിപ്പണി നോക്കിയോ. പൃഥക് ഫലമേവ ശ്രാവയതി, വേറിട്ട് തന്നെ ഫലമുണ്ട് വിദ്യക്ക്, അത് കേൾപ്പിക്കുകയാണ് വിദ്യാ തദാരോഹന്തി എന്ന്. ടിപ്പണി 7 കണ്ടോ? 6. തദാരോഹന്തി അർത്ഥം പറയാണ്, തദ് ഹിരണ്യഗർഭപദം ഉപാസനയാ അധികച്ചന്തി ഇത്യർത്ഥ ഏവം അഗ്രേപി നേയം. തദാരോഹന്തി എന്നുള്ള സ്ഥലത്ത് തത് ശബ്ദത്തിന്റെ അർത്ഥമാണ് ഹിരണ്യഗർഭാദി പദം. അതായത് ഉപാസനയുടെ അവസാന ഭൂമിയാണ് ഹിരണ്യഗർഭ പദം എന്നുള്ളത്. ആ ഹിരണ്യഗർഭ പദം പ്രാപിക്കണമെങ്കിൽ 2 രീതിയിൽ പ്രാപിക്കും. ഒന്ന്, ആ ഹിരണ്യഗർഭം ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ ഹിരണ്യഗർഭ ലോകത്ത് എത്തിച്ചേരാൻ പറ്റും ഉപാസന കൊണ്ട്. ശരി. പക്ഷെ ഇനിയുള്ള, അതായത് ഹിരണ്യഗർഭന്റെ ആയുഷും തീർന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഹിരണ്യഗർഭനാവുന്നത് പൂർവ്വകൽപ്പത്തിലെ ഏറ്റവും നല്ല ഉപാസന സഹിത കർമാനുഷ്ഠാനം നടത്തിയവനായിരിക്കും. അങ്ങനെ അതിന്റെ ആദ്യത്തെ ജീവനായിട്ട് ഹിരണ്യഗർഭ രൂപത്തിൽ എന്ന് പറഞ്ഞാല് സമഷ്ടി ലിംഗശരീര അഭിമാനിയായിട്ടുണ്ടാവും. ആ ലോകത്തിലേക്കാണ് പിന്നെയുള്ള ഉപാസകന്മാർ എത്തിച്ചേരുന്നത്. അവിടെ വിദ്യാതദാരോഹന്തി, വിദ്യ കൊണ്ട് ഹിരണ്യഗർഭലോക പ്രാപ്തി ഉണ്ടാവുന്നു എന്നർത്ഥം. ഇനി എന്താ പറഞ്ഞത്? ഏവം അഗ്രേപി എന്നുള്ളത് കർമ്മണ പിതൃലോക എന്നുള്ള സ്ഥലത്ത് കർമ്മം കൊണ്ട് പിതൃലോകത്തെ പ്രാപിക്കുന്നു എന്ന് കൂട്ടിച്ചേർത്തോളുക. ഇനി പിന്നെയും ഭാഷ്യം വിദ്യാ ദേവലോക, ഇത് ബൃഹദാരണ്യ ശ്രുതിയുടെ ഭാഗമാണ്. വിദ്യാ ദേവലോക നമ്മൾ നേരത്തെ കണ്ടല്ലോ കഴിഞ്ഞ പേജിൽ അവസാനം. ന തത്ര ദക്ഷിണായന്തി, ശതപഥ ബ്രാഹ്മണത്തിന്റെ 10:5-4-16. ഇവിടുത്തെ 7-ാം നമ്പർ ടിപ്പണി കാണും. ദക്ഷിണ ശബ്ദത്തിന് എന്താ അർത്ഥം നോക്ക്. ദക്ഷിണാഹ അർത്ഥം പറയാണ്, ദക്ഷിണ ഉപലക്ഷിത യജ്ഞാദി കർമാനുഷ്ഠാതാരഹ, ബഹുവചനാണിത്. ദക്ഷിണാഹ കർമാനുഷ്ഠാനം നടത്തുന്നവർ, അവിടെ ദക്ഷിണ മുഖ്യമാണ്. അതിനാൽ ദക്ഷിണ ഉപലക്ഷിതമായിരിക്കുന്ന യജ്ഞാദി കർമ്മത്തെ എടുക്കുക. ശരിക്കും കർമ്മത്തിന് അനുഷ്ഠാതാക്കളെ മനസ്സിലായിക്കൂടെ ദക്ഷിണാ ശബ്ദം കൊണ്ട്. അങ്ങനെ ദക്ഷിണാ ശബ്ദത്താൽ പറയപ്പെട്ടിരിക്കുന്ന കർമ്മികൾ തത്രനയന്തി, അവിടത്തേക്ക് പോകുന്നില്ല. അവിടത്തേക്ക് എന്ന് പറഞ്ഞാല് ഹിരണ്യഗർഭ ലോകത്തിലേക്ക് കർമ്മികൾ പോകുന്നില്ല. ഏതി ഇതഹയന്തി, ദക്ഷിണ പ്രധാനമായിരിക്കുന്നതാണ് കർമ്മം. കർമ്മി തത്ര ദേവലോകേ എന്ന് പറഞ്ഞാല് ഹിരണ്യഗർഭ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. ഇതിനനുബന്ധിയായിട്ട് ശ്രുതിയുണ്ട്. ന തത്ര ന പ്രതികാലംബന നൈരീതി ബാധരായണ എന്നുള്ളത്. ഇനി കർമ്മത്തിന്റെ ഫലം വേറിട്ട് കാണിക്കുകയാണ്. കർമ്മണ പിതൃലോക ഇതി, കർമ്മണ തൃതീയാന്തമാണ്. കർമ്മത്താൽ പിതൃലോകത്തിന്റെ പ്രാപ്തി ഉണ്ടാകുന്നു. ഇപ്രകാരം ടിപ്പണി നോക്ക്. പിതൃലോകത്തിന്റെ അർത്ഥം എന്താ? സ്വർഗ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിതൃലോകത്തിന് ശേഷമാണ് സ്വർഗം വരിക. പക്ഷെ മന്ത്രം എങ്ങനെയാണ്? നഹി ശാസ്ത്രഭീതം കിഞ്ചിത് അകർത്തവ്യതാം യാത്, ശാസ്ത്രത്താൽ വിധാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒന്ന് അകർത്തവ്യമാവത്തില്ല എന്ന് പറഞ്ഞ കർത്തവ്യമാണ്. തത്ര, തത്രയ്ക്ക് അർത്ഥം ടിപ്പണി നോക്കൂ. തഥാ സതി, ഇതിന്റെ അർത്ഥം എന്താ? അങ്ങനെ ഇരിക്കേ. എങ്ങനെ ഇരിക്കേ? ഉപപത്യ പ്രകൃതേ വിദ്യാശബ്ദേന ദേവതാജ്ഞാനസ്യ ഗ്രാഹത്വ നിശ്ചിത സതി,
യുക്തിയാല് ഈ പ്രകരണ സംബന്ധിയായിട്ട് വിദ്യാശബ്ദം കൊണ്ട് ദേവതാജ്ഞാനമാണ് ഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിനാൽ തത്രയ്ക്ക് അർത്ഥമാണ്. പിന്നെന്താ പറയുന്നത് ഭാഷ്യത്തില്? അന്ധം തമോ. ഇനി നിങ്ങൾ നിങ്ങളുടെ മന്ത്രം കണ്ടോ. 29ാമത്തെ പേജിലാണ് മന്ത്രം ഇരുന്നത്. ചൊല്ലിക്കോ. അന്ധം തമ പ്രവിശന്തി യേ വിദ്യാമുപാസത്തെ തതോ ഭൂയ ഇവത്തെ തമോ യൗ വിദ്യായാകും വ്രതാഹ. അന്ധം തമ, അദർശനാത്മകമായിരിക്കുന്ന തമസിലേക്ക് പ്രവേശിക്കുന്നു. ആര്? ഈ അവിദ്യാമുപാസതെ. അവിദ്യ എന്നുള്ളത് കൊണ്ട് കർമ്മത്തെ എടുത്തു. വിദ്യാവിരുദ്ധമായിരിക്കുന്ന വസ്തുവാണ് വിദ്യ എന്ന് പറഞ്ഞാൽ കർമ്മം എന്നർത്ഥം. കർമ്മവും വിദ്യയും തമ്മിൽ വിരോധമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന കർമ്മത്തെ അനുഷ്ഠിക്കുന്നവൻ ആരാണോ കർമ്മത്തെ അനുഷ്ഠിക്കുന്നവൻ അവൻ എങ്ങോട്ട് പ്രവേശിക്കും? അന്ധമായിരിക്കും തമസിനെ പ്രവേശിക്കും. എന്ന് പറഞ്ഞാൽ ദേവതാ ശരീരത്തെ പ്രാപിക്കും. ദേവതാ ശരീരത്തിൽ ഇരുന്നിട്ട് ഭോഗം കൂടുതലായതിനാൽ ബ്രഹ്മവിദ്യാപ്രാപ്തിക്ക് സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് അവന്റെ ലോകം എന്തായി? അന്ധകാരാത്മകമായിരിക്കുന്ന തമോ രൂപമായി എന്നർത്ഥം. അല്ലാതെ ഓ ഗ്രേറ്റ് ദേവതാ ലോകം ശരീരം എന്നൊന്നും ശ്രുതി മാനിക്കത്തില്ല. ഇനി ഉപാസകൻ എന്താ ചെയ്യുന്നത്? ഉപാസന ആരുടെ ഉപാസന നടത്തും? ഏതെങ്കിലും ഒരു ദേവതയുടെ ഉപാസന. എങ്ങോട്ട് പോവും? എങ്ങോട്ടോ പോവും. കാരണം ഹിരണ്യഗർഭലോകം പോകുമെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അത് വൈദിക ഉപാസനയുടെ ഫലമായിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇപ്പൊ എന്ത് ചെയ്തു? നിഷേധം ചെയ്തു കളഞ്ഞു. ആ ഉപാസനയ്ക്ക് നിങ്ങളുടെ ഈ കാലത്തിരിക്കുന്ന ഗുരുക്കന്മാര് പറയുന്നില്ലേ ഉപാസന, അവര് ഉപാസനയ്ക്ക് വല്ലാതെ പ്രമോഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഉപാസന ജ്ഞാനത്തിന്റെ അംഗമായിട്ട് ഇവിടെ കണ്ടോ നിങ്ങള്? പറ. ഈ ഉപാസന ജ്ഞാനത്തിന്റെ അംഗമായിട്ട് കണ്ടോ? ഇല്ല. നിങ്ങളുടെ പല സോക്കോൾഡ് ഗുരുക്കന്മാർ, ആരാണെങ്കിലും വേണ്ടിയില്ല, ഉപാസനയെ പൊക്കിക്കൊണ്ട് നടന്നു വന്ന ആൾക്കാര് അവര് കുറച്ചെങ്കിലും മാനിക്കണ്ടേ? ഈശാവാസ്യം മര്യാദയ്ക്ക് പഠിച്ചാൽ പോലും ഇത് കാര്യം മനസ്സിലാവുന്നുള്ളത് പിടികിട്ടിയോ? അത് എടുക്കുന്ന ആളെ കയ്യിലിരിക്കും. ടീക്ക ടിപ്പണി ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഈശാവാസ്യത്തെ ഒന്ന് പൊളിച്ച് എടുത്താൽ കാര്യം മനസ്സിലാവും. ഇവിടുത്തെ ഉപാസന ജ്ഞാനവുമായിട്ട് പോലും സംബന്ധിപ്പിച്ചിട്ടില്ല, കർമ്മവുമായിട്ട് സംബന്ധിപ്പിച്ചിട്ടുള്ളൂ കുട്ടികളെ. അപ്പൊ ജ്ഞാനത്തിന് കാരണമല്ല എന്ന് വരില്ലേ? പക്ഷേ ഇതേ പ്രസംഗത്തെ, ഈ മന്ത്രത്തെ തന്നെ വ്യാഖ്യാനിക സമയത്ത് ബ്രഹ്മസൂത്രത്തിൽ വിദ്യക്ക് ജ്ഞാനം നടത്തിയിടും. അപ്പൊ അവിദ്യക്കോ കർമ്മവും എന്നും ഉപാസന എന്ന് രണ്ടർത്ഥമുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യും? സമുച്ചയിപ്പിച്ച് കളയും. ഈ പരിപാടി ശരിയാണോ? ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറയാം. ബ്രഹ്മസൂത്രത്തിൽ ഇങ്ങനത്തെ ഒരു പരിപാടി നിങ്ങൾ കുറെ കഴിഞ്ഞാൽ കാണാം. ठीक है, 3-ാം അധ്യായം മറ്റും എത്തും ഇത് കാണണമെങ്കിൽ. വിദ്യാശബ്ദം കൊണ്ട് ബ്രഹ്മാവകാര വൃത്തി എടുക്കും, അവിദ്യാശബ്ദം കൊണ്ട് ജ്ഞാനത്തെയും കർമ്മത്തെയും എടുക്കും, എന്നിട്ട് അങ്ങോട്ട് സമുച്ചയിപ്പിക്കും. ഈ ഇത് ചതിയാണോ ശരിയാണോ? കുട്ടികളെ സർവാപേക്ഷാത് യജ്ഞാതിശ്രുതി രസ്യവത് എന്നുള്ള ന്യായത്താല് സകല ആശ്രമകർമ്മത്തെയും നമ്മൾ അപേക്ഷിക്കുന്നു പറഞ്ഞില്ലേ? നിരപേക്ഷമായിട്ട് ചെയ്യുകയാണെങ്കിൽ കർത്തൃത്വ ബുദ്ധിയില്ലാതെ ഫല ഇച്ഛയില്ലാതെ നിങ്ങൾ ചെയ്യുന്ന കർമ്മവും ഉപാസനയും ഏതിന് കാരണമായി മാറും? ജ്ഞാനോത്പത്തിക്ക്. ഇത് ആ രീതിയിൽ ഇതിനെ വളയ്ക്കുന്നുണ്ട്. സെയിം മന്ത്രത്തെ എടുത്തിട്ട് വളയ്ക്കും എന്ന് പറയുന്നത് അർത്ഥം ഇതെന്തുകൊണ്ടാണ് പറയുന്നത്? നമ്മൾ അവിടെ എത്തി വിളിക്കുന്നത് മറന്നു, അപ്പൊ ഇവിടെ എങ്ങ് പറഞ്ഞേക്കാൻ വിചാരിച്ചു. ഇങ്ങനെയൊക്കെ ചെയ്യാം. ഒരു മന്ത്രത്തിന് പല രീതിയിൽ നോക്കിക്കാണാം. അത് ആരാ ചെയ്ത് വെച്ചത്? ഈ എഴുതിയ ആള് തന്നെയാണ് ബ്രഹ്മസൂത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ ചെയ്തതൊക്കെ. അപ്പോൾ ഒരേ കാര്യത്തിൽ നമുക്ക് പല രീതിയിൽ നോക്കാൻ പറ്റുന്നുള്ളതാണ്. ഇതെന്നെ മനസ്സിലാകുന്നില്ല. അന്നേരമാണ് അവന്റെ ഒരു സമ്മിശ്രണം. തതോ ഭൂയ ഇവത്തമോയ വിദ്യായാകും വ്രതാഹ. ആരാണ് ഉപാസന ചെയ്യുന്നത്? അവൻ കർമ്മി എത്തിച്ചേർന്നിരിക്കുന്ന ലോകത്തേക്കാൾ കൂടുതൽ അന്ധകാരാത്മകമായിരിക്കുന്ന ലോകത്തെ പ്രാപിക്കും. എന്ന് പറഞ്ഞാലേ ഈ ഉപാസന ചെയ്തത് കൊണ്ട് അണിമാതി അഷ്ടൈശ്വര്യ സിദ്ധിയോടുകൂടിയിരിക്കുന്ന ശരീരമായിരിക്കും. അവിടെ പിന്നെ അഭിമാനം പറയേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത്, എത്രയും അഭിമാനം ഉണ്ടോ അത്രയും പ്രശ്നമുണ്ട്. അഭിമാനത്തെ പൊളിക്കുക എന്നുള്ളത് വലിയ പണിയാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അഭിമാനം, അതാണ് എല്ലാവരുടെയും താരാത്മ്യാഭ്യാസം നടത്തിക്കൊണ്ട് വീണ്ടും പുനർജനിച്ചിട്ട് അഹങ്കരിപ്പിക്കുന്നത്. ഇത്രയും കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഭാഷ്യം കാണാം. 35-ാം പേജിൽ വാ. അന്ധം തമോ, അർത്ഥം പറയാണ് അദർശനാത്മകം തമഹ, പ്രവിശന്തി പ്രവേശിക്കുന്നു. 3-4 ടിപ്പണികളാണ്. അദർശനാത്മകം ഇതി അജ്ഞാനാത്മകം
അഹംത്വാദി അഭിമാനാത്മക അജ്ഞാന കാര്യപ്രചുരാം. അജ്ഞാനാത്മകം എന്നാണ് അദർശനാത്മകം എന്ന് ആദ്യം അർത്ഥം ചെയ്തത്. എന്താണ് അജ്ഞാനാത്മകം? ശരിക്കും അജ്ഞാന കാര്യമാണിത്. എന്താ? അഹംത്വാദി അഭിമാനാത്മക അജ്ഞാന കാര്യപ്രചുരം. അജ്ഞാനത്തിന്റെ കാര്യമായിരിക്കുന്ന അഹംത്വാദി അഭിമാനം കൂടുതലായിരിക്കും. നിശ്രേയസ സമ്പാദന അക്ഷമപ്രായം. ദേവതാ ശരീരത്തിൽ പോയി കഴിഞ്ഞാല് നിശ്രേയസൻ ആയിരിക്കുന്ന മോക്ഷ സമ്പാദനത്തിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇന്ദ്രനും വിരോചനും കൂടി ചേർന്നിട്ട് പ്രജാപതി എടുത്തു പോയിട്ട് ഇന്ദ്രജ്ഞാനിയാവുന്ന കഥയും, അതേപോലെ 1000 അമൃതം മാം ഉപാസ്വ എന്ന് ഇന്ദ്രൻ ഉപദേശിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് ബൃഹദാരണ്യത്തിൽ. ചില ദേവതകൾ ജ്ഞാനിയാണ്, ചില ഇന്ദ്രൻ ജ്ഞാനിയാണ്, ചില ഇന്ദ്രൻ മഹാജ്ഞാനിയാണ്. അതേപോലെ ചില യമൻ ജ്ഞാനിയാണ്. എല്ലാ കൽപ്പത്തിലൊന്നും നിർബന്ധമൊന്നുമില്ല. ठीक ഏതെങ്കിലും ഒരു കൽപ്പത്തിൽ ജ്ഞാനിയായേക്കാം. ജ്ഞാനിയാണെന്ന് കരുതിയിട്ട് ശരീരം നഷ്ടപ്പെടുന്നതാണ്. ചിലപ്പോൾ ദേവതാ ശരീരത്തിൽ പോയി ജനിച്ചിട്ടും അവിടെ ജ്ഞാനിയാവേണ്ട ഗതികേടുണ്ടാകും. ഗതികേട് എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. അതിപ്പോൾ ദേവതാ ശരീരമാണെങ്കിലും മനുഷ്യ ശരീരമാണെങ്കിലും പ്രാരംഭത്തിന്റെ വഴിക്ക് പോകും. ഇപ്പൊ മനസ്സിലായോ ലേശാവിദ്യ മാനിക്കേണ്ട ആവശ്യം വരുന്നുണ്ടെന്നുള്ളത്? അതായത് ഒരു ശരീരത്തിൽ ജ്ഞാനം കിട്ടിയിട്ടും പിന്നെയും വേണമെങ്കിൽ ശരീരം കിട്ടാമെന്നുള്ള കാര്യം നമ്മൾ ബ്രഹ്മസൂത്രത്തിൽ കാണും. അതെങ്ങനെ പറ്റും? നിങ്ങളുടെ ഒന്ന് കഴിഞ്ഞില്ലേ? ഒരു ശരീരം കഴിഞ്ഞില്ലേ? അല്ല, പ്രാരബ്ധം കഴിഞ്ഞില്ലായിരുന്നു. അപ്പൊ പ്രാരബ്ധം മാനിക്കണമെങ്കിൽ അതിന് കാരണമായിരിക്കുന്ന അവിദ്യ മാനിക്കണം. ആ വിദ്യ എങ്ങനെ ഉണ്ടായി? കഴിഞ്ഞ ശരീരം തീർന്നോടുകൂടി ഇതൊക്കെ നഷ്ടപ്പെട്ടില്ലേ? ഇല്ല, ലേശാവിദ്യ ഉണ്ട്. അപ്പൊ മനസ്സിലായോ ലേശാവിദ്യ മാനിക്കേണ്ട സ്ഥിതി വരും എന്നുള്ളത്? അങ്ങനെ ഇരിക്കുന്നേ ഇപ്പൊ ടിപ്പണി ഇവിടെ എത്തി. ദേവതാ യോനി വിധിയാവത്. ദേവതാ യോനി ഉദ്ദേശിച്ച് ദേവതാ ശരീരം. അപ്പോൾ അന്തന്തമ എന്നുള്ളത് ആരാ? ദേവതാ ശരീരത്തെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ദ്രാദി ദേവതാ ശരീരത്തെ പ്രാപിക്കും. ആര്? കർമ്മി. ചോദിക്കാണ് കേ ആര്? ഉത്തരം പറയാണ് അവിദ്യാം. അവിദ്യാം ഉപാസത എന്നുള്ളതിന്റെ കുറച്ച് ഭാഗമാണ് അവിദ്യാം. ഇനി അവിദ്യ വിശദീകരിക്കുകയാണ്. വിദ്യായ അന്യ അവിദ്യ. വിദ്യയിൽ നിന്ന് വിരുദ്ധമായിരിക്കുന്ന, അന്യ ഉദ്ദേശിച്ച് വിരുദ്ധ എന്നുള്ള അർത്ഥത്തിലാണ്. ठीक അവിദ്യ താം എന്നർത്ഥം. ആരെ? കർമ്മ ഇത്യർത്ഥ. താമിന്റെ അർത്ഥമാണ് കർമ്മകർമ്മണി കർമാണി കർമ്മകർമ്മണി കർമാണി, ദ്വിതീയാന്തമാണ്. ആരാണോ അവിദ്യായാം രഥാഹ, കർമ്മണി രഥാഹ. കർമാണി ഇവിടെ ബഹുവചനം വേണമെങ്കിൽ കർമാണി, അല്ലെങ്കിൽ കർമ്മരഥാഹ, അല്ലെങ്കിൽ സപ്തം എന്ന് പിടിച്ചോ. കർമ്മണി കർമ്മണോ കർമ്മണാം കർമ്മണി കർമ്മണാം കർമ്മണി കർമ്മണോ കർമ്മസു. അപ്പൊ കർമ്മണി രഥാഹ, കർമ്മത്തിൽ ആരാണോ രഥന്മാര് അവരാണ് ദേവതാ ശരീരത്തെ പ്രാപിക്കുന്നത്. അപ്പൊ അവിദ്യ എന്ന് പറഞ്ഞാൽ അർത്ഥം ചെയ്തു വിദ്യയിൽ നിന്ന് വിപരീതമായിരിക്കുന്ന അവിദ്യ എന്ന് പറഞ്ഞ കർമ്മത്തിൽ ആരാണോ രഥന്മാർ. കർമ്മണോ വിദ്യാവിരോധിത്വാത്. അതായത് അവിദ്യാ ശബ്ദം കൊണ്ട് നിങ്ങൾ എന്തിനാണ് കർമ്മം എന്നെടുത്തത്? അതിന് ഉത്തരം പറഞ്ഞതാണ് വിദ്യാവിരോധിയാണ് കർമ്മ. അപ്പോൾ അവിദ്യ എന്നുള്ള ശബ്ദം കൊണ്ട് വിദ്യാവിരോധിയായിരിക്കുന്ന കർമ്മത്തെ എടുത്തു എന്നർത്ഥം. താം അവിദ്യാം. അവിദ്യക്ക് എന്താ അർത്ഥം? അഗ്നിഹോത്രാദി ലക്ഷണം. അഗ്നിഹോത്രാദി സ്വരൂപമായിരിക്കുന്ന കർമ്മത്തെ, കർമ്മമേവ കേവലം കൂട്ടി ചേർത്തോളൂ. ഉപാസത്തെ എന്നാണ് ബഹുവചനാണ്. ഉപാസത്തെ ഉപാസാതെ ഉപാസത ഇത് ബഹുവചനാണ്. കേവല കർമ്മത്തെ മാത്രം ആരാണോ ചെയ്യുന്നത്, ഉപാസത എന്ന് പറഞ്ഞാല് തത്പരാഹ സന്ധു അനുദിഷ്ടന്തീത്യഭിപ്രായ, കർമ്മപരന്മാര് മാത്രമായിക്കൊണ്ട് അതിനെ അനുഷ്ഠാനം നടത്തുന്നത്. മാറിനിക്കുക ശപ്പ, കർമ്മം ചെയ്യട്ടെ, അതാണ് ഇവിടെ പിടിച്ചിട്ട് അലക്കുന്നത് എന്നർത്ഥം. നമ്മളെന്തോ ഗ്രേറ്റ് എന്ന് ചിന്തിച്ച കാര്യത്തെ ശ്രുതി പിടിച്ചിട്ട് അലക്കി വിടുകയാണ്. എന്ത് ചെയ്യാനാ? ഇതൊക്കെ കേൾക്കുന്നുണ്ടോ കർമ്മികളെ? വെറുതെയാണോ ശങ്കരാചാര്യ അന്ന് ഓട്ടിച്ചത് കേരളക്കാര്? കേരള ബ്രാഹ്മൺസിന് തീരെ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് ഈ ശങ്കരാചാര്യർ. ठीक നാട്ടുകാരനായതുകൊണ്ട് അങ്ങേരുടെ ആയുസിന്റെ ബലം കൊണ്ട് നീണ്ടുപോയി എന്നല്ലാതെ വിട്ടുകൊടുക്കൂലായിരുന്നു. ഇന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? ക്ഷേത്രപൂജ എന്തോ മഹാകാര്യമാണെന്നല്ലേ? ठीक ആ കാട്ടിലിരുന്ന് അമ്പലത്തെ പിടിച്ചെടുത്തിട്ട് അവിടുന്ന് അടിച്ചു മാറ്റിയിട്ടും പറയും ക്ഷേത്രമാണ് എല്ലാം ആധ്യാത്മികത തുടങ്ങുന്നൊക്കെ ക്ഷേത്രത്തിനാണ്. ഇത് പോടോ, ഇത് എല്ലാത്തിനെയും ഒടുക്കി കൊണ്ടാണ് ഈ പങ്ക്തി കിടക്കുന്നത്. പിന്നെ എവിടുന്ന ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങുന്നത്? അതായത് നിങ്ങളുടെ ആദ്യത്തെ 8 മന്ത്രത്തിലൂടെ ബ്രഹ്മാകാര വൃത്തിക്ക് വേണ്ട കാര്യം പറഞ്ഞു. 9 തുടങ്ങുന്നേരം തന്നെ കർമ്മത്തെ പിടിച്ച് അലക്കുക. വൈദിക കർമ്മത്തെ പിടിച്ച് അലക്കുന്നേരം താന്ത്രിക കർമ്മം എവിടെ ഇരിക്കും? പാവം മലയരന്മാരുടെ അടുത്ത് നിന്ന് പിടിച്ചെടുത്തതും പോരാ, 1902 എന്നിട്ട് അവിടുന്ന് വാജിവാഹനം അടിച്ചു മാറ്റിയതും പോരാ,
ഇത്രയും ചെയ്തിട്ടും നമ്മൾ പറയും ദേവൻ അനുഗ്രഹിച്ച് നിൽക്കുക. ശരിയാട്ടോ, ഇത്രയും കാലം പിടിക്കാതെ കൊണ്ടുപോയിട്ട് ഇപ്പല്ലേ കേസ് വന്നത്. നിങ്ങൾ ഇതൊക്കെ അറിയാനായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തമിഴ്നാട് മന്ത്രി തിരുപ്പരംകുன்றത്താന്ന് തോന്നുന്നു പോയപ്പോൾ 4000 രൂപയാണ് അങ്ങേരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചത്. അല്ല, ഇതൊന്നും നിങ്ങളെ ദേവതയ്ക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവിടെ നല്ലവന്മാരെ നിർത്താൻ പറ്റത്തില്ല. അറിയത്തില്ല കേട്ടോ, നിങ്ങളെ ദേവതയ്ക്ക് ഇത്രയും കഴിവുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞുകൂടായിരുന്നോ? സന്യാസിമാരുടെ നിയമത്തിൽ തന്നെ പറയുന്നില്ലേ, കുറെ ക്ഷേത്രങ്ങളൊക്കെ ഇങ്ങനെ ദർശനം നടത്തി കഴിയുമ്പോ പിന്നെ അത് വേണ്ടാതാവും എന്നുള്ള ഒരു ഇത് അതെ വരുന്നില്ല. അതെ അതെ. അത് അതായത് ആദ്യ കാലത്തുള്ള ഒരു ക്രിയാകലാപം മാത്രമാണ്. ഞാനിത് ഇങ്ങനെ ഈ പ്രസംഗം അവതരിപ്പിക്കാൻ കാരണം ഇതൊരു ജീവിതത്തിന്റെ രീതിയായി മാറി എന്ന് പറഞ്ഞാൽ പൈസ സമ്പാദനമായി മാറി. നമ്മൾ വേണ്ടാതെ ഹൈപ്പ് കൊടുത്തിരിക്കുകയാണ് ഈ സാധനങ്ങൾക്ക്. അപ്പം ഇന്നലെ നമ്മുടെ സംഘാടകര് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞിരുന്നു, ചെറിയ കുട്ടികളെ എങ്ങനെ ഈ ഒരു കൂടുതൽ നോളജ് നമ്മളെ ഈ ഇതൊക്കെ എങ്ങനെ പഠിപ്പിക്കും. ഞാൻ പറഞ്ഞു, ഒരിക്കലും എന്ത് പഠിപ്പിച്ചാലും മതം പഠിപ്പിച്ചേക്കരുത് പിള്ളേരെ. ചെറുപ്പത്തിൽ മതം പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭാവി നഷ്ടപ്പെട്ടു പോകും. അവനെ പിടിച്ച് എന്ത് പഠിപ്പിക്കും? തർക്കസംഗ്രഹം പഠിപ്പിക്കുകയോ? അല്ല, വ്യാകരണം പഠിപ്പിക്കുകയോ? വ്യാകരണം പഠിപ്പിച്ചാൽ നല്ലതാണ്. പക്ഷേ ഈ ഹിന്ദുയിസം തലയിലേറ്റ് നടക്കുന്ന ആൾക്കാർക്ക് വ്യാകരണം അറിയോ? ഇല്ലല്ലോ. ഇത് എങ്ങോട്ട് പോയി സംഭവം? ഇതിന് തിരിച്ചു വരാൻ അതേപോലെ ഈ നിങ്ങൾ ഈ പഠിക്കുന്ന ഈ സാധനം, ഞാൻ നിങ്ങളെ ഞെട്ടിക്കുന്ന കാര്യം വേറെ. അതെനിക്ക് അറിയായിട്ടല്ല മക്കളെ, ഇത് പഠിക്കാൻ പാടാന്നുള്ള കാര്യം. ഓക്കെ, നല്ല ബുദ്ധിമുട്ടാണ് ഈ സാധനം തലയിൽ കയറി കിട്ടാൻ. പക്ഷേ എന്ന് കരുതിയിട്ട് അയ്യോ മക്കളെ നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഒന്നും പ്രശ്നമല്ല എന്ന് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. പഠിപ്പിക്കുന്ന ആൾ എപ്പോഴും പഠിക്കുന്ന കുട്ടികളെ പിടിച്ചു ഉയർത്തിക്കൊണ്ടുവരാൻ പല രീതി അവതരിപ്പിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കാണുന്ന സാധനമൊക്കെ സാമാന്യ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന നടക്കുന്ന പരിപാടിയല്ല. അതായത് ഇപ്പൊ ഋഷികേശിൽ ക്ലാസ് ഓടുക എന്ന് പറഞ്ഞാല് അവിടെ എത്തിച്ചേരുന്ന പഠിതാക്കള് എത്രയോ സ്ഥലത്ത് ഏതൊക്കെയോ സ്റ്റേറ്റിൽ നിന്ന് ഇത് മാത്രം ആലോചിച്ചിട്ട് പഠനം മാത്രമുള്ള അവരുടെ ലക്ഷ്യം. ശരിക്കും ഭോജനം പോലും കിട്ടത്തില്ല. തതഹ അറിയാണ് തസ്മാത് അന്ധാത്മക തമസോ, അതായത് തതോ ഭൂയ ഈവേത്ത തമോ എന്നുള്ള സ്ഥലത്തെ വ്യാഖ്യാനിക്കുകയാണ്. അതിനേക്കാൾ അന്ധാത്മകമായിരിക്കുന്ന അന്ധകാരാത്മകമായിരിക്കുന്ന ആ തമസിനേക്കാൾ പഞ്ചമെന്തമാണ് തമസോ ഭൂയ ഇവ. ഭൂയ എന്നുള്ളത് കൂടുതൽ എന്നർത്ഥം. ബഹുതരമേവ വ്യാഖ്യാനമാണ്. അതിനേക്കാൾ കൂടി അന്ധകാരത്തിൽ പ്രവേശിക്കും. ടിപ്പണി 10 കാണും. തമസോ ബഹുതരത്വം തത് കാര്യസ്യ അഭിമാനാദേരാധിക്യം. ബഹുതരമായിരിക്കും തമസാണ് എന്ത് ചെയ്താൽ കിട്ടുക? ഉപാസന ചെയ്താൽ കിട്ടുക. അതെന്തുകൊണ്ടാ? ആദ്യത്തേക്കാൾ കൂടുതൽ അഭിമാനം ഉണ്ടാകും എന്ന് പറഞ്ഞാല് ദേവതാ ശരീരത്തെക്കാൾ കൂടുതൽ അഭിമാനം ഉപാസന ചെയ്തിട്ടുണ്ടാകും എന്ന് പറഞ്ഞാൽ ഉപാസന ചെയ്തിട്ട് ഏത് ശരീരം കിട്ടുമോ അവിടെ. ഇവിടെ ഉപാസന ചെയ്ത് സിദ്ധി കിട്ടിയാലും ചില്ലറ അഭിമാനമൊന്നല്ല, എന്തോ സംഭവമാണെന്നാ. ഈ പല ഗുരുക്കന്മാർക്കും സിദ്ധിയുടെ വശത്തിൽ നിന്നാണ് അവര് ജ്ഞാനത്തിന്റെ കാര്യത്തിൽ മിണ്ടത്തില്ല. ചെറിയ സിദ്ധിയുള്ള ആൾക്കാർ ഇഷ്ടം പോലെയല്ലേ. അതിനെ പ്രൊമോട്ട് ചെയ്യാൻ ആളും ഉണ്ടായാൽ മതി, പിറകിൽ ആളും നിന്നാൽ മതി, കാര്യങ്ങൾ കറക്റ്റായിട്ട് ഓടിക്കോളും. അങ്ങനെയാണ് നമ്മുടെ മുന്നിൽ പല സിദ്ധന്മാരും നിന്ന് തകർക്കുന്നത്. ജ്ഞാനികളാണോ ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചു ചോദിക്കണം, നിങ്ങൾ ജ്ഞാനി അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ജ്ഞാനിയാണെന്ന് പറയാൻ പറ്റും? ഇനി ഇതിനൊക്കെ ഉത്തരം പറയാൻ പറ്റുമോ? പണ്ട് സ്റ്റേജിൽ പരിപാടി നടത്തുന്ന ആൾക്കാർ ചോദിക്കാറുണ്ട്, ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ 501 സോപ്പ് കിട്ടാറുണ്ട്, ഇന്ന് 501 സോപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ സോപ്പല്ലേ കിട്ടാറുള്ളൂ അല്ലേ? 501 സോപ്പ് തരാറുണ്ട്? ഇല്ലല്ലോ, ഒറ്റ സോപ്പില് തരും. അതേപോലെ എന്ത് പറ്റും? നിങ്ങൾ ജ്ഞാനി അല്ലെങ്കിൽ ഞാൻ ജ്ഞാനി അല്ലല്ലോ എന്ന് തിരിച്ചു ചോദിക്കലാണോ? ആണോ അല്ലയോ എന്ന് പറയാം. അതിന് ഉത്തരവില്ല, ആരും തരത്തില്ല. ഈ കണ്ട കാലത്ത് ഒരു ജ്ഞാനിയും ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ല. ഞാനിന്ന് അഭിമാനിച്ച് നടക്കുന്നവരാണ്. അങ്ങനെ ഇരിക്കുന്ന ബഹുതരമേവത്തെ തമ പ്രവിശന്തി, അതായത് ഉപാസന നടത്തുന്നവൻ കർമ്മി പ്രവേശിക്കുന്ന ദേവതാ ശരീരത്തെക്കാൾ കൂടുതൽ അന്ധാത്മകമായിരിക്കുന്ന ശരീരത്തെ പ്രാപിച്ചിട്ട് അവിടെ താതാത്മ്യാധ്യാസത്തോടുകൂടി ഇരിക്കുന്നത് കൊണ്ട് ആ ശരീരത്തിലും ജ്ഞാനം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാകുന്നു. കിട്ടത്തില്ല എന്ന് പറയത്തില്ല കേട്ടോ. ആരെ കുറിച്ചാണ് പറയുന്നത്?
കർമ്മഹിത്വ, കർമ്മത്തെ ഒഴിവാക്കിയിട്ട് ഏ ഊ എന്താർത്ഥം, ഏ തൂ, ഊന് തൂ എന്നർത്ഥം ചെയ്തു. ആരാവട്ടെ വിദ്യായാമേവ ദേവതാജ്ഞാന ഏവ രഥാഹ അഭിരതാഹ, ആരാണോ വിദ്യ എന്നുള്ള ദേവതാ ഉപാസനയിൽ മാത്രം അഭിരമിച്ചിരിക്കുന്നത്, അവർ എങ്ങോട്ട് പോകും? കർമ്മി പ്രാപിക്കുന്ന അന്ധകാരത്തെക്കാൾ കൂടുതലായിരിക്കുന്ന അന്ധകാരത്തെ പ്രാപിക്കും. ഇതൊരു കാര്യം. ഇവിടെ ഇനി വേറൊരു കാര്യം പറയട്ടെ. ഇവിടെ ഇപ്പോൾ നിങ്ങൾ സമുച്ചയം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഫലം കിട്ടുക? ദേവതാ ലോകപ്രാപ്തി അല്ലേ? ഏത്? ഹിരണ്യഗർഭ ലോകപ്രാപ്തി. അത് തന്നെയല്ലേ ഉപാസന കൊണ്ട് കിട്ടുന്നത്? ആണ്. ഇവിടെ കിട്ടിയോ? ഇവിടെ പറയാത്ത കുറച്ച് കാര്യങ്ങൾ പറയാന്ന് പറയാം. ഇവിടെ ചർച്ചയ്ക്ക് ഇട്ടിട്ടില്ല. എന്നപ്പോൾ ഈ ഒരു ഭാഗത്തിലൂടെ നമ്മൾ കർമ്മസമുച്ചയ ഉപാസനയെ വിധിക്കുമ്പോൾ അതിന്റെ ഫലം ഹിരണ്യഗർഭ ലോകപ്രാപ്തിയാണ്. പക്ഷെ ഇവരിവിടെ നിന്ദ ചെയ്തിട്ടില്ലേ? നിന്ദിച്ചിട്ടുമുണ്ട്. ഇനിയിപ്പോൾ നിന്ദ ചെയ്തിട്ട് സമുച്ചയം വിധിച്ചിട്ട് സമുച്ചയത്തിന്റെ ഫലമായിട്ട് എന്താ കിട്ടുന്നത്? ഹിരണ്യഗർഭ ലോകല്ലേ? അതിനെ തന്നെയല്ലേ കേവല ഉപാസന ചെയ്താൽ കിട്ടുന്നതിനാൽ നിന്ദിച്ചിരിക്കുന്നത്? ആണ്. ആ ഒരു പ്രശ്നം ഇവിടെ ഇല്ല. ഇപ്പോൾ കേവല ഉപാസന ചെയ്താലും കർമ്മസഹിത ഉപാസന ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന ഫലം ഹിരണ്യഗർഭപ്രാപ്തിയാണ്. ആ ഹിരണ്യഗർഭപ്രാപ്തിയെ തന്നെയല്ലേ ഇപ്പോൾ നിന്ദിച്ചിരിക്കുന്നത്? കേവലമായിട്ട് കർമ്മം ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞ്. അന്നപ്പോൾ നിങ്ങൾക്ക് കർമ്മം ചെയ്യാനുള്ള കർമ്മസഹിത ഉപാസനയോ കർമ്മമോ അല്ലെങ്കിൽ ഉപാസനയോ ചെയ്യാൻ അവകാശം ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. പിന്നെ ഇവിടെ എന്താണ് പ്രസംഗം? ഇവിടെ സമുച്ചയം വിധാനം നടത്താനുള്ള ഇച്ഛ കൊണ്ട് നമ്മൾ നിന്ദ ചെയ്തിരിക്കുകയാണ് എന്ന് കരുതിയിട്ട് നിന്ദ മാറി കിട്ടുമോ? സമുച്ചയം ചെയ്ത് കഴിഞ്ഞാൽ നിന്ദ മാറി കിട്ടുമോ? ठीक രണ്ട് അംശമാണിത്. നിന്ദിച്ചിട്ട് ഫലമുള്ളത് കൊണ്ട് സമുച്ചയം പറഞ്ഞു. സമുച്ചയ സ്ഥലത്ത് കാണുന്ന ഫലവും കേവല സ്ഥലത്ത് കാണുന്ന ഫലവും സമാനമാണ്. പിന്നെ നിന്ദ എന്തിനാ ചെയ്തത്? സമുച്ചയം ചെയ്യാൻ. സമുച്ചയം ചെയ്തുകൊണ്ട് എന്ത് ഫലം കിട്ടും? പെട്ടെന്ന് തന്നെ ഫലം കിട്ടും. എന്ന് പറഞ്ഞാല് കർമ്മം ഇല്ലാതെ ഉപാസന ചെയ്യുമ്പോൾ ഉപാസന ചെയ്യുന്നതിന് ഭിന്ന സമയങ്ങളില് അശാസ്ത്രീയമായിരിക്കുന്ന കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഉപാസനയുടെ ഫലം പ്രാപിക്കുന്നതിൽ വിളംബം നേരിടും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞത്. അപ്പോഴും നിന്ദ എന്തിന്റെ പേരിലാണ് ചെയ്തത്? അതിന്റെ ഫലം അന്ധകാരാത്മകമാണ്. അതാണ് ടിപ്പണിയിൽ പറഞ്ഞത്. എന്താണ്? ബഹുതരത്വം അഭിമാന കൂടുതലാണ് എന്നുള്ളത്. ഈ അഭിമാന കൂടുതൽ ഏത് രീതിയിൽ ഫലം കിട്ടിയാലും നിലനിൽക്കൂലേ? കേവല ഉപാസനയിലൂടെ ഫലം കിട്ടൂലേ? കിട്ടും. കിട്ടത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ശീഘ്രമായിട്ട് ഫലം കിട്ടാനാണ് കർമ്മസഹിത ഉപാസന പറഞ്ഞത്. അവിടെ ഇപ്പോൾ ഉപാസനയിലൂടെ ഫലം കിട്ടിയാലും അതും അഭിമാനത്തിന് കാരണം തന്നെയല്ലേ? അല്ലാണ്ട് അഭിമാനം കുറയൊന്നുമില്ലല്ലോ കർമ്മസഹിത ഉപാസന ചെയ്താല്. അതാണ് ചോദ്യം. കർമ്മസഹിത ഉപാസന വഴി ഉപാസ്യ ഹിരണ്യഗർഭ ലോകത്തെ പ്രാപിച്ചാലും നിങ്ങൾ അഭിമാനത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? ഒരു കുറവുണ്ടാവില്ല. ठीक ആയതിനാൽ നിഷേധം വേറെ വഴിക്ക് പോകുന്നുണ്ട്. ഇവിടത്തെ ഉദ്ദേശം സമുച്ചയമായതുകൊണ്ട് ആ രീതിയിൽ ഇതിനെ കാണുന്നുള്ളൂ എന്ന് മാത്രം. ഇങ്ങനെ നിങ്ങളുടെ 9ാമത്തെ മന്ത്രം സമാപിച്ചു. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. നമോ നാരായണ.